നസ്രിയ ആൻഡ് ബേസിൽ ജോസഫ്. ഏവർക്കും സ്വാഗതം. ചെറുപ്പം മുതലേ ഞാൻ ടി വിയിലൊക്കെ കാണാറില്ല. എനിക്ക് അമ്മ ചോറ് വാരി തരുമ്പോഴൊക്കെ അതിനെ കുറിച്ച് എന്താ പറയാനുള്ള? മൂക്കൊലിപ്പിച്ചോണ്ട് ചോറ് അടിച്ചോണ്ടിരുന്നു അവിടെ. ബെറ്റർ ആക്ടർ. And I always like തലശ്ശേരി കണ്ണൂർ ഫുഡ്. ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടു. കമന്റ് എല്ലാം എടുത്ത് നോക്കുമ്പോൾ മറ്റേ ചേതാ ഗുപ്ത കോണ്ടാക്ട് നമ്പർ പബ്ലിക് പറഞ്ഞത് കേൾക്കാം. So Minnal Murli was a good movie actually. മലയാളീസ് അല്ലട്ടോ. बेसिल का हिंदी सिनेमा कब आएगा? പള്ളി എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? നീ അതിന് ഹിന്ദിയിൽ തന്നെ മറുപടി കൊടുത്തോ? കഹാനി था अभी मूवी हो गया. अभी मैं बोल रही हूँ उसके साथ लाइन पकड़ रहे. पकड़ रहा. We are women of 2024. എനിക്ക് തലവേദന എടുക്കുന്നു. ഇസ് ദാറ്റ് നോർമൽ? ഇന്നാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഒരു പാവമാണ്. ഹലോ എവരിബഡി, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് പേർലി മാണി ഷോ. ഇന്നത്തെ എപ്പിസോഡിൽ ആസ് യു കെൻ സീ രണ്ട് പവർ പാക്ഡ് ആൾക്കാരാണ് നമ്മുടെ എപ്പിസോഡിൽ വന്നിരിക്കുന്നത്. ഒരു രക്ഷയില്ല. ഇത്ര എനർജറ്റിക്, ഇത്രയും ബബ്ലി, ലവ്ഡ് ആയിട്ടുള്ള രണ്ട് പേരാണ് Basil Joseph and Nazria. Let's welcome both of them to Pearly Mani Show. Basil Joseph, an actor with depth and a director with vision. Basil Joseph stands among the finest storytellers of Indian cinema. With an uncanny gift for blending humor and heartfelt emotion, he crafts films that make us cry, laugh and reflect all at once. From his debut with Kunji Ramayanam to delivering Minnal Murli, Basil has redefined Malayalam cinema, reaching new heights and thrilling audiences across the world. Nazria Nazim, a name that resonates with undeniable charm. From a young girl in the industry to a beloved, versatile actress, Nazria has captured our hearts like a true star across both Malayalam and Tamil cinema. With unforgettable roles in Om Shanti Oshana and Bangalore Days, she's left an indelible mark. Now, after a brief pause, she returns to the big screen with her signature grace and infectious energy, ready to captivate us once again. Sit back, relax, and join us in welcoming Nazria and Basil to the Pearly Mani Show. Hello guys, welcome to Pearly Mani's YouTube channel and this is Pearly Mani Show. എൻ്റെ മുഖമൊക്കെ ചിരിച്ചിരിച്ചിട്ട് എനിക്ക് ഇവിടെ മസിലൊക്കെ വേദന എടുത്തിരിക്കണം. ബിക്കോസ് അത്രയും കോമഡിയും എന്തൊക്കെയോ നടക്കുന്നടാ ഇവിടെ. രണ്ട് ജോക്കേഴ്സിനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. Nazria and Basil Joseph, both of you please welcome to Pearly Mani Show. Thank you so much. ഇന്ന് നമ്മൾ പൊളിക്കുമെന്ന്. I think already ഒരു വൺ ഇന്റർവ്യൂ കഴിഞ്ഞ് ഇത്രയും നേരം ഇവിടെ കിടന്ന് ബഹളോ. അവർ രണ്ടുപേരും ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ കെമിസ്ട്രി മാത്രമല്ല, ഒരു എന്തൊക്കെ ഒരു അടി നടന്നിരിക്കുകയാണ് ഇവിടെ. സൂക്ഷ്മദർശിനി മൂവിയുടെ എന്താ പറയുക, ഒരു BTS-ഉം ഒക്കെ പുറത്ത് വന്നപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെ ഒരു എന്താ പറയുക, ഒരു ക്ലാപ്പ് ബോർഡ് വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ കണ്ടു. രണ്ടുപേരും അടി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ക്ലാപ്പ് ബോർഡ് പിടിച്ച പോലെ എനിക്ക് തോന്നി. ഞാൻ വിചാരിച്ചത് നിങ്ങൾ തമാശക്ക് ചെയ്തായിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായടാ, ഇന്നത്തെ എപ്പിസോഡ് തീരുമ്പോ നമുക്കറിയാം ആരോട് ഹാർട്ടി കണ്ടോളൻസസ് പറയണം എന്ന് നമുക്ക് അപ്പം മനസ്സിലാക്കാം. ഇപ്പൊ എനിക്ക് ആരാ സോ വെൽക്കം ബോത്ത് ഓഫ് യു ടു ദ ഷോ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരുമിക്കുന്ന ഈ സിനിമയില് എന്ത് പ്രതീക്ഷയാണ് ഈ സിനിമയിൽ കയറിയത്? എന്താണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്? ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ഹൂ ഷുഡ് ഐ സ്റ്റാർട്ട് വിത്ത്? നസ്രിയ. അവന് ക്ഷീണം എപ്പോഴും. അപ്പം നമുക്ക് കുറെ ആക്ച്വലി കോമൺ ഫ്രണ്ട്സ് ഉണ്ട്. ലൈക്ക് ശ്യാം പുഷ്കരൻ, ശ്യാമേട്ടൻ, സുഷിൻ, അങ്ങനത്തെ കുറച്ച് ആൾക്കാർ എപ്പോഴും എന്നെ കാണുമ്പം പറയായിരുന്നു, ഓഫ് ബേസിലും നീ ഒരുമിച്ച് വർക്ക് ചെയ്താ അത് ഭയങ്കരം തന്നെയായിരിക്കും. ദീസ് എനർജീസ് കൊളൈഡിങ് ലൈക്ക് സെയിം, രണ്ടും ഒരേപോലെ നോൺ സ്റ്റോപ്പ്. എന്നിട്ട് അങ്ങനെ 2-3 മേ ബി ലൈക്ക് നമ്മൾ ആക്ച്വലി പാൽത്തു ജാൻവർ വി ഡിഡ് ഇറ്റ് പ്രൊഡക്ഷൻ. പക്ഷെ ഞാൻ ബേസിലിനെ കണ്ടിട്ടേ ഇല്ല, സെറ്റിൽ പോയിട്ടേ ഇല്ല. നീയല്ലേ അഭിനയിക്കുന്ന അവിടെ വന്നിട്ട് എന്ത് കാണാൻ എന്റെ പൈസ പൊക്കോണ്ടിരിക്കുന്നത് കാണാനോ? പൈസ പോയെന്നൊക്കെ പറയാൻ ഞാൻ നല്ലത് പറയുന്നു വിചാരിച്ചിട്ടേ ക്വസ്റ്റ്യൻ പറഞ്ഞത്. ക്വസ്റ്റ്യനിലേക്ക് വേണോ? നമുക്കിങ്ങനെ ഒരു സെറ്റിൽ നമ്മൾ പോയി നിൽക്കുന്നത് എന്തെങ്കിലുമൊക്കെ പഠിക്കാനാണല്ലോ. ഇവന്റെ ആക്ടിങ് കണ്ടിട്ട് എന്ത് പഠിക്കണം? ബേസിൽ അതുകൊണ്ട് ഞാൻ ആ സെറ്റിൽ പോയിട്ട് കമ്മിങ് ബാക്ക് ടു ദ സീരിയസ് തിങ്. You should give a better answer after this.
It's going to be very difficult. ഇതിന്റെ പേര് WWF ഈ ഷോന്റെ എപ്പിസോഡ്. സമീർക്ക പറയായിരുന്നു ആക്ച്വലി ഒരു promo video ആയിട്ട് മറ്റേ ബോക്സിങ്ങിന്റെ മറ്റേ റിങ്ങിലേക്ക് മറ്റേ ഗ്ലൗ എന്നിട്ട് അതൊക്കെ എനിക്ക് തോന്നുന്നു ജനഗണമനയിൽ നസ്രിയ ആയിരുന്നെങ്കിലേ പ്രാക്ടീസ് ഇല്ലാണ്ട് അടിച്ചേനെ പറഞ്ഞ് അതെന്തിനാ ഞാൻ ജയ 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 നിങ്ങളുടെ കൂടെ എന്തെങ്കിലും പോയി. രാജുവേട്ടനും സുരാജേട്ടനുള്ള പടത്തിൽ എന്തിനാണ് ഞാനും ഒരു സെക്കൻഡിലേക്ക് വിചാരിച്ചു ഞാൻ പൃഥ്വി അടിച്ചാൽ ഞാൻ ജയിക്കുമെന്ന്. ക്വൈറ്റ് നാച്ചുറലി ഞാൻ ജയ 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 എനിക്ക് മനസ്സിലായി. ഇത് ഈ കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി. കുറവുള്ളവർക്ക് അത്ര പെട്ടെന്ന് കിട്ടില്ല. എനിക്ക് ഇൻസ്റ്റന്റ്ലി മനസ്സിലായി. ഞാനിപ്പോ എന്റെ ബ്രെയിൻ ഊരി വെച്ചിട്ട് ഇവിടെ ഇരിക്കുന്നത്. അതുപോലെ എന്റെ ആൻസർ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പം ലോട്ട് ഓഫ് കോമൺ ഫ്രണ്ട്സ് യൂസ് ടു സേ ദിസ്. ഓ നിങ്ങൾ വർക്ക് ചെയ്ത ഇടയ്ക്ക് വെച്ച് ഭാവന സ്റ്റുഡിയോസിന് വേണ്ടി ദർ വാസ് എ പ്രോജക്ട് ബേസിലുമായിട്ട് ഇടയ്ക്ക് ഡിസ്കഷൻ ഉണ്ടായിരുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട് ഫോർ ഹിം ടു ഡയറക്റ്റ്. ആൻഡ് ആ സമയത്ത് എൻ്റെ പേരെന്തോ വന്നു പോയായിരുന്നു എന്നൊക്കെ കേട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ സമയമായിരിക്കും ഈ എനർജീസ് കൊളൈഡ് ചെയ്യുന്നത്. പക്ഷെ കറങ്ങി തിരിഞ്ഞ് സൂക്ഷ്മദർശിനിക്കാണ് വന്നത്. ആ. ആൻഡ് വാട്ട് ഡിഡ് യു എക്സ്പെക്ട്? ബേസിൽ എങ്ങനത്തെ ആളാണ് വിചാരിച്ചത്? ഇത് തന്നെയാണെന്നായിരുന്നു എൻ്റെ. ഐ എം കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് വിത്ത് മൈ അല്ല. സോ ഐ ഹവ് ഹേർഡ് ലൈക്ക് ദാറ്റ് ആൻഡ് പീപ്പിൾ ഹാവ് ടോൾഡ് മീ നിന്നെ പോലെ സെയിം എനർജി യു നോ ഹി ഈസ് ഓൾസോ ലൈക്ക് ദിസ്. കണ്ടപ്പം ഐ വാസ് ലൈക്ക് ഇറ്റ് വാസ് ലൈക്ക് people are like, hey, calm down guys. So it was nice. It was good energy. ഞാൻ വർക്ക് ചെയ്യുന്ന ആസ് എൻ ആക്ടർ വർക്ക് ചെയ്യുന്ന ഓൾമോസ്റ്റ് സിമിലർ പാറ്റേൺ തന്നെയായിരിക്കും ബേസിലും. ലൈക്ക് ഐ എം നോട്ട് സേയിങ് ലൈക്ക് വാട്ട് ഈസ് യുവർ പാറ്റേൺ? മെത്തഡ് ആക്ടിങ് ഇല്ല എന്നുള്ളത് ബെറ്റർ ആക്ടർ. ആർക്കല്ല എല്ലാവരുടെയും മുഖം പിൻ സൈലൻസ് ഈ റൂമില്. ഐ എം എ ബെറ്റർ ആക്ടർ ആയിക്കോട്ടെ. അവര് അതിലല്ല, അവര് മൊത്തത്തില് ഞെട്ടിയിരിക്കുക. മോർ എക്സ്പീരിയൻസ്ഡ്. അത് നീ Where's your state award? Okay, that level Now we are playing those games. So no, Allah, first day, jokes apart, I think last time when I was working with Prithvi, it was the same kind. We were same like similar kind of actors. Like angane bhayangara serious aayittu angane picha scene adu action we come and you know kind of do it. Obviously it's going on തലയിൽ ഓടുന്നുണ്ട് your character or whatever, but not really കുറച്ച് വെഗളി ആയിരുന്നു. So that was happening. Same category only. Don't sit so seriously Basil, like you need that. to give an answer to that. Basil's opportunity ആണ്. Yeah. അവൻ ആലോചിക്കാം. Intellectual, no need. There's no need. ഞാൻ എന്ത് പറയണമെന്ന് ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. നീ തന്നെ പറയുന്നുണ്ടല്ലോ. പിന്നെ അല്ല എനിക്ക് എന്റെ അടുത്ത് അതേ ചോദ്യം തന്നെയല്ലേ? സെയിം ആൻസർ തന്നെയല്ലേ? സെയിം എക്സ്പെക്ടേഷൻ. എന്റെ അടുത്ത് ചോദിച്ചു നിനക്ക് ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടാവൂലേ ലൈഫില് വേറെ? ഇല്ലേ? ഇല്ല. അത് തന്നെ നീ ഡയറക്റ്റ് ചെയ്യാത്ത ഇപ്പൊ കുറച്ചു കാലമായിട്ട്. അല്ല എനിക്ക് തന്നെയായിരുന്നു. ഞാനും ഇതൊക്കെ തന്നെ കേട്ടിട്ടുള്ളത്. ശ്യാമേട്ടനും സുഷിനൊക്കെ ഇങ്ങനെയൊക്കെ പറയായിരുന്നു. ഓ മറ്റുള്ളുണ്ടല്ലോ എന്റെ പൊന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയായിരുന്നു. ഇവളെ കുറിച്ച് ഭയങ്കര അഭിപ്രായം. I don't know if it's this local language, but okay. അപ്പൊ എനിക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. അതൊക്കെ മേലെയായിരുന്നു ആക്ച്വലി. അതിലും ലോ ലെവലായിരുന്നു. ഞാൻ ഒരു ലെവല് പ്രതീക്ഷിച്ചായിരുന്നു. ഇതിപ്പോ വേറെ എവിടെയോ പോകും. ഞാൻ പിന്നെ ഇവിടെ ചെറുപ്പം മുതലേ ഇതായിരുന്നു എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതേ ഇങ്ങനെ പോയി. ചെറുപ്പം മുതലേ ഞാൻ ടിവിയിലൊക്കെ കാണാറില്ല. എനിക്ക് അമ്മ ചോറ് വാരി തരുമ്പോഴൊക്കെ അതിനെ കുറിച്ച് എന്താ പറയാനുള്ള? ആ കുട്ടിയാണോ എവരിബഡി കുറച്ച് കാലായി ഇവന് മൂത്താപ്പാക്ക് ചോറ് കൊടുത്തോണ്ടിരുന്നപ്പോഴേ എന്നെ കണ്ടോണ്ടിരുന്നേന്ന്. ഇവൻ അതേ പ്രായം തന്നെയായിരുന്നു എനിക്കും. അവൻ മൂക്കൊലിപ്പിച്ചോണ്ട് നടന്നു. ഞാൻ കുറച്ച് നല്ലപോലെ അതേ ഇതില് മൂക്കൊലിപ്പിച്ചോണ്ട് ചോറ് അടിച്ചോണ്ടിരുന്നു അവിടെ. അന്ന് മറ്റേ തട്ടമൊക്കെ ഇട്ടിട്ട് ഉണ്ണിമാസത്തിൽ എല്ലാ ഐറ്റംസ് ഉണ്ട്. ഇട്ടിട്ട് ഇടാതെ ഉണ്ണിമാസത്തിൽ എന്തായിരുന്നു ഉണ്ണിമാസത്തിലൂടെ എന്ന ടെലിക്വിസ് പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നീ പറഞ്ഞോ നിന്റെ ആൻസർ? ഞാൻ പറഞ്ഞു. അപ്പം then you asked him and then he said same. ഇല്ലല്ല ഞാൻ ആൻസർ തുടങ്ങിയുണ്ടായിരുന്നുള്ളൂ. കുഞ്ഞുനാള് മുതലേ ഇവളെ കണ്ടു തുടങ്ങുന്നതാണ്. അപ്പൊ എനിക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു ഈ സെയിം സാധനമായിരിക്കും. ആ ബിംബം എന്തായി? ബിംബം അതുക്കും മേലെ. അപ്പൊ ഞാൻ ഇതിൽ ഇങ്ങനത്തെ ഐറ്റംസിന് മുമ്പ് കണ്ടിട്ടുണ്ട്. ഇപ്പൊ ധ്യാൻ ശ്രീനിവാസൻ അല്ല അങ്ങനല്ല ഇല്ല. അപ്പൊ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. അത് വന്ന് കേറിയപ്പോ തന്നെ അങ്ങ് നമ്മളേതോ
ഒരുമിച്ച് ഒരു ഒരു നമുക്ക് നേരത്തെ അറിയാവുന്ന twins മാതിരിയായിരുന്നു. ഓൾമോസ്റ്റ് വി ആർ ലൈക്ക് അപ്പൊ അങ്ങനെ നീ പണ്ട് ഇങ്ങനെ ചെയ്യില്ലായിരുന്നു, നീ മറ്റേ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു, നീ മറ്റേ അന്ന് കോഴിക്കുഞ്ഞുങ്ങളെ കല്ലെറിയില്ലായിരുന്നു. ഗൈസ് ഈ സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന സിനിമയുടെ പാട്ട് ഇറങ്ങി. അതെ. അതൊന്ന് അതിനെ കുറിച്ചൊന്ന് പറയാതെ. അത് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ആ സിനിമയുടെ ഒരു ഫീല് കിട്ടണ ഒരു സാധനം. അതില് നസ്രിയയുടെ ലുക്ക് ആവട്ടെ, കമന്റ് ഞാൻ വായിച്ചപ്പോ ഏറ്റവും കൂടുതൽ ബേസിലിനെ കാണുമ്പോൾ ചിരി വരുന്നു എന്നായിരുന്നു. കാരണം നമ്മള് ആക്ടിങ് ഭയങ്കര ആക്ടർ ആയതുകൊണ്ട് പക്ഷെ ബേസിൽ യു ആർ ലുക്കിംഗ് സോ ഹോട്ട് ആൻഡ് ഹാൻഡ്സം. ആ പാട്ടിനെ കുറിച്ചൊന്ന് പറയോ? അത് എന്തായിരുന്നു? അത് ഇസ് ഇറ്റ് പാർട്ട് ഓഫ് ദ മൂവി ഓർ ഇസ് ഇറ്റ് എ പ്രൊമോ സോങ്? ഇറ്റ്സ് ആക്ച്വലി എ പ്രൊമോ സോങ്. ഓക്കെ. എന്നുവെച്ചാൽ ആ കഥയിൽ നടക്കുന്ന ഒരു സ്റ്റോറി ലൈൻ ആൻഡ് എവറിത്തിങ് ഹാസ് ടു ഡു എ ലോട്ട് ടീം. പക്ഷെ ഈ ക്യാരക്ടേഴ്സ് ഒന്നും ഇങ്ങനെയൊന്നും അല്ല ഇരിക്കുന്നത്. നമ്മളിങ്ങനെ ഫ്രോക്കിട്ടോ ഞാൻ മറ്റേ ദേവാനന്ദ ടേക്ക് ഓൺ അവർ മൂവി എന്നുള്ള രീതിയിൽ ഒരു പ്രൊമോ. ഇനി ആ പാട്ടൊന്ന് പാടൂ. ഗുരു ഭയങ്കര ഞാൻ ലിറിക്സ് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. എവിടെയെങ്കിലും ഒരാൾ തോന്നണം, എന്നാലേ ഹാ മന്ദഹാസം ഇടും. തിരഞ്ഞ സാരമേ തിരഞ്ഞ സാരമേ ഭാരമേ അല്ല തിരഞ്ഞ സാരമേ തിരിഞ്ഞ സാരമേ മുടിഞ്ഞ ഭാരമേ അപാരമേ അപാരമേ അങ്ങനെയല്ലേ ഇവളോട് പാടാൻ പറഞ്ഞത്. ഇവക്ക് ഈ മലയാളം വായിക്കാനും പറയാനും പറയാനും അറിയാത്തോണ്ടാണ് പാടാത്തത്. അല്ല, അവൻ ഉദ്ദേശിച്ചത് എന്നോട് പാടാൻ പറഞ്ഞതായിരുന്നു നീ. ഒറിജിനലി പാട്ട് പാടാൻ ആണല്ലേ? ഇത് സംസ്കൃതമാണെന്ന് പറയുന്നത്. സംസ്കൃതം ഏതാതെ മലയാളം ഏതാതെ അറിയുന്നവരല്ലേ സംസ്കൃതത്തെ കുറിച്ച്. നസ്രിയക്ക് മലയാളം അറിയാം. വാട്ട് ആർ യു സേയിങ്? Yeah, what are you saying? Bro, നീ ചോറ് കഴിക്കുമ്പം ഞാൻ മലയാളത്തിലല്ലായിരുന്നു സംസാരിച്ചോണ്ടിരുന്നത് അവിടുന്ന്. നീ ചോറ് തന്നെ തിന്നത്. ചോറ് വാരി തന്നില്ലേ? ആ ഇങ്ങനെ നിനക്കപ്പം വിവരമില്ലല്ലോ. ഇത് മലയാളി കുട്ടിയല്ലേ? അതെ, മലയാളം മലയാളികള് നിന്നെ അടിക്കും എനിക്ക് മലയാളം അറിയില്ലെന്ന് പറഞ്ഞാൽ. എന്റെ മലയാളം നല്ല മലയാളം. Nobody has ever complained. അതെ, ഞാൻ വെറുതെ പറയാൻ പറ്റില്ല. നിങ്ങൾ രണ്ടുപേരും both of you are amazing actors. He's a director, you're a producer. ഇത്രയും റോൾസ് ആണ് നിങ്ങൾ ജഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആഫ്റ്റർ മാരേജ് you have so many friends, you're balancing everything ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട്. എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? I think ഈ ചെയ്യുന്ന പരിപാടികളൊക്കെ because I love doing them all these things like home and that home routine. I love that. അറിയുന്നുണ്ടല്ലോ 4 വർഷം കഴിഞ്ഞിട്ടാണല്ലോ. It's not so. എനിക്ക് actually I managed to get that enough time and do it. Yeah, and when you love doing, you manage to find a way to do it without cribbing about it. You enjoy. Yeah, I enjoy doing, all these things. And anything that I don't enjoy, I don't do it also. Yeah. So, ഇപ്പൊ ഒരു വീട് തന്നെ, like let's say, who is the person വീട് ഏറ്റവും സെറ്റ് ചെയ്യുന്നതിലും ബെഡ്റൂം ഇങ്ങനെ വെക്കണം, കേർട്ടൺ ഇങ്ങനെ ആയിരിക്കണം, ആ വീടിന്റെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ആരാണ് കൂടുതൽ എഫേർട്ട് ഇടുക? ഫഹദാണോ നസ്രിയാണോ? ഞാൻ തന്നെ. ബട്ട് ഫഹദിന് ഇഷ്ടമില്ലെങ്കിൽ പെട്ടെന്ന് ലൈക്ക് ഹി ഹാസ് എ ടേസ്റ്റ് ബട്ട് ഐ എം ദ വൺ ഹൂസ് മോർ ഇൻ ടു സെറ്റിംഗ് അപ്പ് ആൻഡ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഫർണിച്ചറൊക്കെ മാറ്റിയിടാൻ ഇഷ്ടം, വേറെ എന്തെങ്കിലും ചെയ്യാൻ ഇഷ്ടം. സോ ശരിക്കും ആ ബാംഗ്ലൂർ ഡേയ്സിൽ ആ ഒരു സീനല്ലേ, ആ കണ്ണാടിയിൽ പടം വരയ്ക്കുമ്പോൾ ഹി ഗെറ്റ്സ് ആംഗ്രി. പക്ഷെ ആ രാവിലെ സൺലൈറ്റ് വരുമ്പോ അങ്ങനെ എപ്പോഴെങ്കിലും അത്ര റൂഡല്ല. പക്ഷെ എനിക്ക് അത്ര ടാലന്റഡ് അല്ലെന്ന് ദിവ്യയുടെ അത്ര. ഈ ഷോന്റെ ഒരു മെയിൻ സാധനം എന്താണെന്ന് അറിയോ? റാപ്പിഡ് ഫയർ ആണ്. അപ്പൊ നമുക്ക് ഹാമ്പർ ഒക്കെ ഉണ്ടോ അവിടെ? കോമ്പറ്റീഷൻ ആണോ? അതായത് വിൻ ചെയ്യുന്ന ആൾക്ക് ഹാമ്പർ ചൂസ് ചെയ്യാം. കോമ്പറ്റീറ്റീവ് ആയ നമ്മള് ഭയങ്കര അത് തുടങ്ങണ്ട, ഗെയിമിലേക്ക് കിടക്കാതെ. ഒരു റൂമിൽ സ്റ്റക്ക് ആയാൽ ആരെയായിരിക്കും ആദ്യം വിളിക്കുന്നത്? വൈഫിന്റെ പേര് പറയാൻ പാടില്ല. ഇവിടെ വിളിക്കും. കടിയടിച്ചിരിക്കാലോ, ബോറടിക്കത്തേ ഇല്ല, ഇങ്ങനെ വർത്താനം പറഞ്ഞോണ്ടിരിക്കാലോ. Who is the best dancer, Tovino or Basil? Of course, ഞാൻ തന്നെ. അതിലെന്താ ഡൗട്ട്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നെ ആവശ്യമില്ല. അവന്റെ ഡാൻസുകൾ കണ്ടിട്ടില്ലേ? എന്റെ ഡാൻസുകൾ കണ്ടിട്ടില്ല? കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് എനിക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടായോ? ഇൻസ്റ്റാഗ്രാമില് കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും മറക്കാൻ പറ്റാത്ത കമന്റ് ചെയ്താണ്.
ഞാൻ കൊച്ചുമായിട്ടിരിക്കണത് പെട്ടെന്ന് ആലോചിച്ചപ്പോയോ തന്ത വൈബ് എന്നുള്ളത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വൈബ് തന്ത എന്നിട്ട് ശരിയിട്ട് That's a nice comment. Vibe തന്ത. അല്ല, തന്ത വൈബ് ഇൻഡു വൈബ് തന്ത ശരി. Your favorite sweets. സ്വീറ്റ്സാ എല്ലാം ബ്രൗണി. ഏറ്റവും കൂടുതൽ വായിച്ചു ചിരിച്ച ട്രോള്. റോളോ? ഇന്നത്തത് കാണിച്ചു കൊടുക്കും പ്ലീസ്. എനിക്ക് കാണിച്ചു തരാം. നല്ലതാണ്. അങ്ങനത്തെ നിങ്ങൾ എല്ലാരും കണ്ടതായിരുന്നല്ലോ അല്ലേ? ഇല്ല. പാവം ചൊവ്വി പൂജ കഴിഞ്ഞിട്ട് ഇങ്ങനെ പോയപ്പോഴത്തേക്ക് കർമ്മ വാസ് വെരി ഫാസ്റ്റ്. കാണിക്കൂ അത്, കാണിക്കൂ. അത് വൈറലാകളുണ്ട്. കർമ്മ ഞാനേ ബേസിലിനെ ഇപ്പഴാ കണ്ടത്. എന്നെയാണ് കാണുന്നത്. പുള്ളിയാണല്ലോ അംബാസിഡർ ഓഫ് ജയിച്ച ടീം. കർമ്മ വാസ് വെരി ഫാസ്റ്റ്. ജയിച്ച ടീമല്ല, തോറ്റ ടീമല്ല. അതിന്റെ ദേഷ്യം അവന്മാർക്ക്. ജയിച്ച ടീം എന്നെ കെട്ടിപ്പിടിച്ചിട്ടേ പോകുള്ളൂ. അതൊരിക്കലും ഒരാളിങ്ങനെ തിരികെ ഞാൻ വരുമെന്ന്. അതായത് അന്ന് ഇവിടെ ടൊവീനനെ കളിയാക്കി ചിരിച്ചു. അപ്പൊ തന്നെ കർമ്മ ഒന്ന് എനിക്കിത് അയച്ചു തരുമോ? ടോവിക്ക് അയച്ചു കൊടുക്കാൻ പ്ലീസ്. സെൻഡ് ടു ടൊവി. ഞാൻ അയച്ചു. ഓ നസ്രിയ കഴിക്കാം. നമ്മുടെ ഗോസിപ്പ് ഉണ്ടോ നസ്രിയ? ഞാൻ അവിടെ തന്നെ ഉണ്ടാവും, മുകളിൽ തന്നെ അവന്റെ സെൻഡ് ലിസ്റ്റില് അയച്ചു കഴിഞ്ഞല്ലേ? താങ്ക്സ്. ഞാൻ അയച്ചു കൊടുത്തിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇത് ഭയങ്കര ക്വസ്റ്റ്യൻ ആട്ടോ. ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ ഏതായിരിക്കും പെട്ടെന്ന് പാടാൻ പറ്റുക? പാടി കാണിക്കണം. പാട്ട് പാടാൻ പറഞ്ഞ പെട്ടെന്നായിരിക്കണം അല്ലേ? ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ അതിൽ മാത്രം അല്ലാതെ ട്യൂണിലൊന്നും ഒന്നും ഇല്ലല്ലോ. If you could direct a movie about your life, what genre would it be? ട്രാജിക് കോമഡി. ഇല്ല, ഒരു റോം കോം അല്ല, ഒരു സൈഡ് ഇല്ല, പിന്നെ റൊമാൻറ്റിക് കോമഡി, ഫുൾ കോമഡി, മൊത്തം കോമഡി. ലൈഫിൽ ഏറ്റവും കൂടുതൽ ചമ്മിപ്പോയ ഒരു മൊമെന്റ്? അതിപ്പോ കാണിച്ചില്ലേ, കണ്ടല്ലോ, ഫ്രഷ്. ബേസിൽ ഹോപ്പ് ഇല്ലാത്തവർക്ക് ഹോപ്പ് കൊടുക്കാൻ വേണ്ടി ഒരു അഡ്വൈസ് കൊടുക്കുന്നത് എന്തായിരിക്കും? സ്റ്റേ പോസിറ്റീവ്. അല്ല, everything happens for a reason. Everything happens for a reason. എല്ലാം ഒന്ന് ഉത്തരം പറഞ്ഞോട്ടെ. എല്ലാം സംഭവിക്കുന്നത് നല്ലതിനായിരിക്കും. Everything happens for a reason. പിന്നെ ഒരാള് കട്ടെടുത്തോണ്ട് പോകുന്നത് നല്ലതിനല്ലേ? ചിലപ്പോ അത് വേറെ എന്തെങ്കിലും ആയിരിക്കും. ഡെസ്റ്റിനി അവനെ കൊണ്ടെത്തിക്കുന്നത് വേറെ. ചിലപ്പോ ആ വോളത്തിൽ ഒരു ബോംബ് ഉണ്ടായിരുന്നെങ്കിൽ അത് വന്ന് ഇവിടെ ബോംബ് പൊട്ടിച്ചാവുന്ന അവൻ തന്നെ അവന്റെ വീട്ടിൽ നിന്ന് വോളറ്റില് ബോംബ് ഇട്ട് ഇറങ്ങി തിരിച്ചിരിക്കുക. ഒരു ആക്ടറോ ഡയറക്ടറോ അല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? ഒന്നും ആവില്ലായിരുന്നു. അവന്റെ അതൊക്കെ തന്നെയായിരുന്നു. എനിക്ക് ഇത് രണ്ടും അല്ലാതെ വേറെ ഒന്നും അറിഞ്ഞൂടാ. ഞാൻ അല്ലെങ്കിൽ IT ജോലി. എന്ത് ജോബാടാ അത്? എഞ്ചിനീയർ ആന്നൊക്കെയാ പറയുന്നത്. എനിക്ക് എന്താ പഠിച്ചത്? എഞ്ചിനീയറിംഗ്. പഠിച്ചിട്ടൊന്നുമില്ല. ഡിഗ്രി പാസ്സായത്, ഇവള് പാസ്സായിട്ടില്ല. ഞാൻ ഡ്രോപ്പ് ഔട്ട്. I am BCom ഫസ്റ്റ് ക്ലാസ്. ഇവള് ഇപ്പം ഗൈസ് മനസ്സിലായില്ലേ? അതിലൊന്നും അല്ല കാര്യം, വിവരമൊന്നും അങ്ങനെയല്ല ഉണ്ടാവുന്നത്. അത് മനസ്സിലായിട്ടുണ്ടോ എല്ലാവരും? നല്ലൊരു കൈഡി ഇപ്പൊ ബേസിൽ. താങ്ക് യു. ബേസിന്റെ എല്ലാവർക്കും ഒരു ക്ഷീണമുണ്ട്. ബേസിൽ ഒത്തുപിടിച്ചോളൂ കേട്ടോ. ഉറപ്പായിട്ടും. നിന്റെ ഇടപെട്ടിട്ടുണ്ട്, ഞാൻ വിട്ടുകൊടുക്കണ്ട. നസ്രിയക്കുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പെട്ടെന്ന് റെഡി ആവുന്നത് ആരാണ്, നസ്രിയ ഓർ ഫഹദ്? നസ്രിയ. Yeah, it doesn't look like it, I know. പക്ഷെ നസ്രിയ. ഷാനുവിന് റെഡി ആവുന്നതിനെ കാട്ടി he only likes to get ready last minute. Okay. So he wants to be the last one to be fresh ആയിട്ട് നമ്മള് എന്റെ വൈഫ് എലി അങ്ങനെ തന്നെയാ. ഇറങ്ങാൻ നേരം അല്ലല്ല, അത് ഞാൻ. എലി അങ്ങനെയാണ്. the last one എപ്പോഴും നമ്മൾ I always have a Can I fight tell you with something? them. I think all boys are like that. Even Srini does that. I get irritated. ഞാൻ റെഡി ആയിട്ട് ഇറങ്ങാൻ ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാം. It's so irritating. And they're very smart. അവർക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ഫ്രഷ് ആയിട്ടിരിക്കണം. നമ്മൾ ഒരുങ്ങി കെട്ടിക്കുളി നമ്മൾ മേക്കപ്പ് ഇടുമ്പോഴേക്കും വേർക്കാൻ തുടങ്ങിയോ? എലിയുടെ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഒരു മാസം മുമ്പൊക്കെ തുടങ്ങും. ഞാൻ ഇന്ന് വൈകിട്ട് എന്തായിരിക്കും പരിപാടി എന്ന് ആലോചിക്കാൻ തുടങ്ങുന്ന സമയത്തായിരിക്കും കാണാനുണ്ട്. അവൾ ഒരു മാസം കഴിഞ്ഞിട്ടുള്ള ട്രിപ്പിന് വേണ്ടിയിട്ട് അവിടെ നോട്ട്ബുക്കിൽ എഴുതി എന്തൊക്കെ കൊണ്ടുപോകണം, എന്തൊക്കെ കൊടുക്കണം എന്നൊക്കെ എഴുതി ഇങ്ങനെ വെച്ച് പ്ലാൻ ചെയ്ത് വെച്ചിട്ട് അത് ഓൾറെഡി ഓർഡർ ചെയ്ത് ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വരുത്തി അതൊക്കെ പെട്ടിയൊക്കെ പാക്ക് ചെയ്തു. ഒരാഴ്ച മുമ്പ് പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ബേസിൽ ഞാൻ ഒരു ക്യാൻ ഐ ടെൽ യു സംതിങ്? എന്താ,
ഞാൻ അതാ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞ് ഞാനപ്പോ ഞാൻ അപ്പോഴായിരിക്കും ഞാൻ ആലോചിച്ചു തുടങ്ങും നമ്മൾ trip പക്ഷെ എനിക്ക് പോകുന്നുണ്ട്. I am actually like that. ശ്രീനി പറയും എന്റെ ടൂത്ത് ബ്രഷ് എവിടെ, ഞാൻ അതൊക്കെ പാക്ക് ചെയ്യുന്നു ഒരാഴ്ച മുമ്പ്. ഞാൻ പറയാം അത് മാത്രം നീ പറഞ്ഞു ഇല്ല. ഒരാഴ്ച മരുന്നേ കണ്ടത്. ശ്രീനിക്ക് അത് പറ്റിയിട്ടുണ്ട്. ശ്രീനി നീ എല്ലാം പാക്ക് ചെയ്യാം, എന്റെ ഷാമ്പു എല്ലാം ഞാൻ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. നിങ്ങൾ അടുത്തെങ്ങാനും ടൂർ വല്ലതും പോകുന്നുണ്ടോ? അടുത്ത മാസത്തേക്ക് സോപ്പും ഇല്ല, ബ്രഷ്. ഭയങ്കര ബുദ്ധിയാട്ടോ ഇവര്. തോന്നില്ല. ഇങ്ങനെയൊക്കെ ചിന്തിക്കണമെങ്കിൽ യുവർ ഫേവറേറ്റ് ക്വിസീൻ? Indian. Indian. And I always like Talsheri Kannur food. ഓക്കെ ഓക്കെ. Their food has been. ലൈഫിൽ അല്ലെങ്കിൽ സിനിമയിൽ നിന്ന് കിട്ടിയ ഏറ്റവും നല്ല ഒരു അഡ്വൈസ്? ലൈഫിൽ നിന്ന് അല്ലെങ്കിലും സിനിമയിലോ എവിടെ നിന്നും കിട്ടിയ അഡ്വൈസ്? I think സിനിമയിൽ നിൽക്കുമ്പം ഏറ്റവും കൂടുതൽ എന്നെ ക്ലോസ് അഭിനയിക്കരുത്. ഇന്നത്തോടെ നിർത്തിക്കോ. അത് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് 4 വർഷം ലൈഫിൽ അല്ലെങ്കിൽ ഇത് ലൈഫിൽ അല്ലെങ്കിൽ നീ പറഞ്ഞു, നിന്നെ തോപ്പിക്കാൻ നോക്കുക നിന്റെ റാപ്പിഡ് ഫയർ. എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ കാണുന്ന ആൾക്കാർ മെജോറിറ്റി പറഞ്ഞിട്ടുള്ളത് ഡോണ്ട് ചേഞ്ച് എന്നാ, ഇൻ ഫിലിംസ് ഓർ പേഴ്സണലി ഡോണ്ട് ചേഞ്ച്. ഐ തിങ്ക് ഒരു entertainment ഗുഡ് തിങ്. ഇങ്ങനെയൊക്കെ ആൾക്കാർ പറയും. അങ്ങനെ പലതും അവർ നമ്മളെ ശ്രമിക്കും നമ്മളെ ഇങ്ങനെ താഴ്ത്താൻ, നമ്മൾ വീഴരുത്. ഒരു മിനിറ്റ്, ഇവളെ കുറിച്ച് We are women of 2024. നല്ലൊരു കാര്യം പറയാൻ വന്നത് അത് നല്ലത് പറഞ്ഞു. ക്യാൻസൽ. ഇല്ലല്ലോ, sorry, she takes it back. I take it back. I'm sorry അളിയാ. പഞ്ചടിക്കാൻ പോകും. വെറുതെ ഞാൻ ഇൻസൾട്ട് ചെയ്യാൻ പറ്റില്ല, അതിന് മുമ്പേ ഇട്ടതാണ്. നല്ലത് വല്ലപ്പോഴേ പറയുന്നുള്ളൂ, പറഞ്ഞു നീ. അല്ല അത് വല്ലപ്പോഴേ ഉള്ളൂന്ന്. അത് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് അടിപൊളിയാണല്ലോ. ലൈക്ക് ഇത്രയും പ്രായമായിട്ടും ഞാൻ പറഞ്ഞില്ലേ, he deserves more. പാവടാ. ഇത്രയും പ്രായമായിട്ട് ആ ഒരു കുട്ടിക്ക് മെയിൻറ്റെയിൻ ചെയ്യാ. ബ്രെയിൻസ് ഒക്കെ അതേ ഈ 40 കഴിഞ്ഞിട്ട് നിറവില്ല. നമുക്ക് വേഗം അടുത്തേക്ക് പോകാം. ആക്ട് ചെയ്ത മൂവീസിൽ നിന്ന് ഒരു സീക്വൽ ചെയ്യാൻ ചാൻസ് കിട്ടിയ ഏത് മൂവി ആയിരിക്കും ചൂസ് ചെയ്യാ? നല്ല രസമായിരിക്കും. രാജാറാണി എന്നൊക്കെ പറഞ്ഞ രാജാറാണി. മരിച്ചാള് എഴുന്നേറ്റ് ഞാൻ മരിച്ചിട്ടില്ല, ഞാൻ മരിച്ചിട്ടില്ല, എനിക്ക് ഐസ്ക്രീം കിട്ടാണ്ട് ഞാൻ മരിക്കില്ല. ഐസ്ക്രീം ആകാൻ വരുന്ന പ്രേതം. നമുക്കൊരു സ്കൂപ്പ് എടുത്താലോ? അതേ ബ്ലഡ്, അതായത് അതേ സ്പോട്ടിൽ മരിച്ച വേറൊരുത്തൻ. അപ്പൊ നിങ്ങൾ അവിടെ ഇരിക്കുക, എന്താ പറ്റിയ? My rapid fire was more fun. അപ്പൊ പുള്ളി ഐസ്ക്രീം കൊടുക്കും, ബട്ടർ സ്കോച്ച് ഐസ്ക്രീം റാണി. ഐസ്ക്രീം റാണി നല്ല നല്ല സ്കൂപ്പായിരിക്കും കേട്ടോ. എനിക്ക് ആക്ച്വലി സൂക്ഷ്മദർശിനി വേണമെങ്കിൽ വരണം. രാജാറാണി ആദ്യം ഞങ്ങൾ കാണട്ടെ. കിട്ടിയിട്ടില്ല. ഇല്ല, സൂക്ഷ്മദർശിനി ആ പൊട്ടൻഷ്യൽ ഉള്ള സിനിമ കേട്ടോ. ഇപ്പൊ എന്താ ചോറ് തന്നെ ഞാൻ പറഞ്ഞത്. അപ്പൊ നീ ചിരിച്ചാ തമാശക്ക്? അല്ല, വാക്ക് മാറിയൊന്നുമില്ലല്ലോ. നിന്നെ ഒന്ന് തളർത്താൻ പറ്റുന്ന അവസരം ഞാൻ എന്തിനാ What is your വല്ലപ്പോഴൊക്കെ പേരിൽ എന്റെ കൂടെ നിൽക്കുള്ളൂ. അതല്ല, ക്വസ്റ്റ്യൻ വരെ മാറിപ്പോയി. Who would be that one friend from the industry you would call at 2 AM? 2 AM ഇപ്പൊ ഇവനാ മരണമാസം ഷൂട്ട് ചെയ്തോണ്ട് നൈറ്റോ ആണല്ലേ? ഉണർന്നിരിപ്പുണ്ടായിരിക്കുന്നു 2 AM. ഷുവർ, ഹലോ ഗുഡ് മോർണിംഗ്. നൈറ്റ് ഷൂട്ട്സ് ഓൺലി കഴിഞ്ഞ 2 മാസമായിട്ട്. ആണല്ലേ? അപ്പൊ now you are a Batman. So I'll only അപ്പൊ he's like അങ്ങനെ കാണാം. killing it, huh? I see what you did there. അപ്പൊ ഇവള് ജോക്കർ. ലൈഫിലെ ഏറ്റവും കൂടുതൽ ടേക്ക് അവേ കിട്ടിയ ഒരു മൂവി സീൻ? ചേക്കവേ കിട്ടിയ മൂവി തന്നെയാണ് ബാംഗ്ലൂർ ഡേയ്സ്. കൊണ്ടുപോയില്ലേ ഞാൻ ഒരു വീട്ടിലേക്ക്. ബിഗ് ടേക്ക് അവേ, ഫിസിക്കൽ ടേക്ക് അവേ. നല്ല ആൻസർ. എടുത്തു. എന്റെ റാപ്പിഡ് ഐം കില്ലിംഗ് എന്നോ. യുവർ ഫേവറേറ്റ് മൂവി ഡയലോഗ് ഇപ്പൊ പറഞ്ഞാണെങ്കിൽ? അതിന് നീ മുഖത്തേക്കാ നോക്കിയേ? അതെവിടത്തെയാ? നേരം. നേരത്തില് നിവിന്റെ അടുത്ത് പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഡയലോഗ് അതാ വേണ്ട പറഞ്ഞത്. എന്റെ പടത്തിൽ തന്നെ from your movie. ആക്ച്വലി ഐ ലൈക്ക് ദാറ്റ് ഓം ശാന്തി ഓശാനയിലെ മറ്റേ വൺ സീക്വൻസ്. അതൊരു മറ്റേ ഈ മോണോലോഗ് പോലെ, ഈ ഇഷ്ടമുള്ള ആളെ കാണുമ്പം അടിവയറ്റിൽ മഞ്ഞ് വീഴുന്ന ഒരു സുഖം കിട്ടുമെന്ന് പറയുന്നത്. അത് യാർഡിലെ കണ്ടപ്പം ഇല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇല്ല
She's so cute da. അതെ അതെ ഓം ശാന്തി ഓശാന എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു. ഇപ്പം ലൈവ് കാണിച്ചപ്പോ നിനക്ക് ക്യൂട്ട് തോന്നിയില്ല? ഇപ്പൊ ഞാനിത് എന്താണ് വിളി കാണിക്കുന്നത് അങ്ങനെ ആലോചിച്ചു. ഞാൻ പെട്ടെന്ന് അതങ്ങനെ ഓം ശാന്തി ഓശാനായിട്ടൊന്നും എനിക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഡെഫിനറ്റ്ലി അന്ന് ഓം ശാന്തി ഓശാൻ ഞാൻ കണ്ടപ്പോൾ ഞാൻ ഫാനായിരുന്നു. നീ എന്തിലെങ്കിലും ഒന്നും ഉറപ്പിക്കടാ. ഇല്ല, ആ സിനിമ സ്ക്രീനിൽ അത് വൃത്തിയായിട്ട് കാണുമ്പോൾ ഓക്കെയാണ്. ഇപ്പൊ ഇത് വൃത്തികേടായിട്ട് കാണുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റം ഉണ്ടാവുമല്ലോ. അതിന് ക്യാമറ, ഡയറക്ടർ, സിനിമാറ്റോഗ്രാഫർ, മ്യൂസിക്, ഒരുപാട് ടെക്നിക്കൽ സംയമനം സംഭവിക്കുമ്പോഴാണ് നിന്റെയൊക്കെ സാധനം വൃത്തിയായിട്ട് പുറത്തു വരും. അങ്ങനെ ഇങ്ങനെ പച്ചക്ക് കാണിക്കുമ്പോൾ നമ്മള് മാത്രം വിചാരിച്ചോണ്ട് ഈ പരിപാടി നടക്കില്ല. ആ ബോധം നിനക്ക് വേണം. ഈ ഇന്റർവ്യൂ ആർക്കും ട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കും ഇവിടെ എല്ലാം. നമ്മൾ തന്നെ സമ്മതിക്കുന്നു. ഞാൻ തന്നെ എന്നെ ട്രോളിക്കോളാം. ഇല്ല കഴിഞ്ഞിട്ടില്ല. ഫാൻസ് ഇവനെ കൊല്ലൂന്ന് തോന്നുന്നു എനിക്ക്. ഇല്ല ഫാൻസ്. ഇന്നലെ ആരും ചോദിക്കുന്നുണ്ടായിരുന്നു ഫാൻസ് അസോസിയേഷൻ എന്താ തുടങ്ങാത്തത്. അതിന് ഫാൻസ് എന്തായിട്ട് തുടങ്ങാൻ. ചുമ്മാ ഇത്ര ഓവർ ആക്കണില്ല. അതാ ഞാൻ പറഞ്ഞേ. എനിക്കാണെങ്കിൽ നിർത്താനും പറ്റുന്നില്ല. ആൾക്കാര് അപ്പൊ പറയും പക്ഷെ ജോക്ക് അടിക്കുന്നു. വെരി റെസ്പെക്ട്. നസ്രിയ ഫാൻസ് ഒന്നും ഇപ്പൊ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഞാൻ ചോദിക്കുന്നു ഇന്നലെ എന്താ പോസ്റ്റ്. Now he'll seriously get into that business. നിന്നെ ഏത് കൊച്ചുങ്ങൾക്ക് അറിയാം? അവർ കണ്ടില്ലേ എന്റെ അടുത്ത ഫോട്ടോയ്ക്കാണ്. നിന്നെ തിരിഞ്ഞു നോക്കി പോലും. ഞങ്ങൾ കഴിഞ്ഞ ദിവസം അവിടെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഒരു 2-3 കുട്ടികളും അവരുടെ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നിട്ട് എൻ്റെ അടുത്ത് വരുന്നു, സംസാരിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. ഞങ്ങൾ ഒരുപാട് നേരം സംസാരിക്കുന്നു. അവർ ഇവളെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഇവൻ കാണുന്നത് ഇത് തന്നെയാണ്. ഇതൊക്കെ കാണി നോക്കൂ. നസ്രിയ മറ്റേ സ്ഥലം ഇല്ല, തിരിഞ്ഞു നോക്കിയിട്ടില്ല. സോ അവര് ഇവനെ പെട്ടെന്ന് പറഞ്ഞു വിട്ട് ഇവന് സങ്കടം വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവൻ അകത്തേക്ക് പോയി. എന്നിട്ട് പിന്നെ അവർ എന്റെ കൂടെ ഫോട്ടോ എടുക്കലായിരുന്നു. They wanted to avoid him. എത്ര ഫോളോവേഴ്സ്? 7 million ഫോളോവേഴ്സ്. 6 million 8.3. ഓ വാട്ടോർ. അതായത് നിന്റെ എത്ര? 250K. ഞാൻ പറഞ്ഞു തരട്ടെ. അതായത് ഇന്നലെ അല്ല നീ ഇൻസ്റ്റാഗ്രാമിന്റെ എന്തിനാ ചോദിച്ചേ? ഞാൻ പറയട്ടെ. ഇവളുടെ ഇൻസ്റ്റാഗ്രാം ആണ് ഏറ്റവും ടീ പോലത്തെ ഇൻസ്റ്റാഗ്രാം അവളുടെ. അതാ ഞാൻ പറഞ്ഞു തരട്ടെ. അതാ ഞാൻ പറയട്ടെ. ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടു, ഒരു റീലോ അങ്ങനെ എന്തോ. പോസ്റ്റ് ഇട്ടപാടെ 15 കമന്റ് ഇൻ എ സെക്കൻഡ്. അത് ഫ്യൂ സെക്കൻഡ്സ് ആകോ 15 സെക്കൻഡ്. കമന്റ് എല്ലാം എടുത്ത് നോക്കുമ്പോൾ മറ്റേ ശ്വേതാ ഗുപ്ത കോണ്ടാക്ട് നമ്പർ, I want love എന്നൊക്കെ. DM me. ഈ 8 മില്യൺ ഫോളോവേഴ്സിലും 7 മില്യണും നിങ്ങൾ ഇതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഇതാണ് ഇവര് പറയുന്നത് കമന്റ്സിൽ അതൊക്കെയാണ്. എനിക്ക് അങ്ങനത്തെ ഫോളോവേഴ്സ് ഒന്നും ഇല്ല. എനിക്കെല്ലാം ഒറിജിനൽ ഓൺലി. ലൈക്ക് അവർ കമന്റ് ചെയ്യാറില്ല. കമന്റ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ കമന്റ് ചെയ്യുന്നത്. നിനക്ക് എത്ര ഫോളോവേഴ്സ്? നിനക്ക് ആണ് സീരിയസ് 2 lakhs. 2 lakhs അത്രേ ഉള്ളൂ. നീ നേരത്തെ അങ്ങനെ പറഞ്ഞു അതുകൊണ്ട് അങ്ങനെ എന്തോ 2 മില്യൺ. ആ സോറി ഒരു ഇച്ചിരി സീറോ ചെറിയ സീറോ ആണോ പറഞ്ഞത്? ഞാൻ വേർത്തുപോയി. ഒരു കളിയിലെങ്കിലും ഞാൻ ജയിച്ചു. നമുക്ക് ചില ആൾക്കാരുണ്ട് ഒരുപാട് സംസാരിക്കും, പക്ഷെ വർക്കിൽ നമുക്കത് കാണില്ല. ഇപ്പം ഇൻസ്റ്റഗ്രാം തന്നെ ഇപ്പൊ ഫോളോവേഴ്സ് എടുത്തു നോക്കിയാൽ മതി. ഈ ഒരു കൺഫ്യൂഷൻ ലൈക്ക് 2 lakhs. ശ്വേതാ ഗുപ്ത 8.3. അത് വർക്കിൽ കാണാറുണ്ട് ഫോളോവേഴ്സിന്റെ. എന്തെങ്കിലും ആയിക്കോട്ടെ, ഫോളോവേഴ്സ് ഉണ്ടോ? അവര് ഒരു സെക്കൻഡിൽ കമന്റ് ചെയ്തില്ലടാ. നീ അടുത്ത പടം ഡയറക്റ്റ് ചെയ്യാൻ നോക്കിയ ബേസിൽ അതിന്റെ എന്താ ട്രിക്ക് എന്താ? ഹിന്ദി പടം എന്താന്ന്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Only way to stop. What is the one thing that is always in your handbag other than money? Always in my handbag. എപ്പോഴും അതില്ലാണ്ട് നീ പുറത്തേ ഇറങ്ങൂല. അത് മിക്ക എല്ലാ പെണ്ണുങ്ങളും അങ്ങനെയാണ്. നീ ആ കമന്റിനെ അടിച്ച എല്ലാ പെണ്ണുങ്ങളും ഹേർട്ട് ഔട്ട്. Because we does a lot of wrong talks actually. Wrong. This is wrong. എന്നാ അങ്ങനെയാണെങ്കിൽ മണി മേക്കപ്പ് അല്ലാതെ വേറെ എന്താന്ന് ചോദിക്കും. അതാണ് മണി മേക്കപ്പ് അല്ലാത്ത എന്തെങ്കിലും. I always have mint in my bag. It's not a very mint. എന്തെങ്കിലും mint ഉണ്ടോ? You wanted something interesting. Yeah, like some. I have a air tag in my bag because എനിക്ക് ഭയങ്കര മോശ സ്വഭാവമാണ് അവിടെ ഇവിടെയും കൊണ്ടുവയ്ക്കും. എടാ your favorite travel destination? You travel a lot. Europe. ബാർസിലോണ അല്ലേ? ബാർസിലോണയിൽ എന്റെ ഫ്രണ്ട്സ് റേഷൻ കാർഡ് എടുത്തുവിടുന്നു. Why Europe?
I love the people there. I love the food there. അടിപൊളി സ്ഥലം യൂറോപ്പ്. And I think അതാ അവിടെ പോയി ഇവൻ ദോശ തപ്പി ആ കിട്ടിയില്ലെന്നിട്ട് അവിടെ ഉണ്ട്. പക്ഷെ അവിടെ ദോശയില്ല, ഞാൻ പോയിട്ടില്ല. ഉണ്ട്. എടാ ഞാനും പോയിട്ടില്ലണോ, എനിക്കിത് കേട്ട് അതുകൊണ്ട് ഞാൻ ചോദിച്ചു. ഞാൻ പോയിട്ടൊക്കെ ഉണ്ട്. Oh, it's so beautiful. നീ യൂറോപ്പിൽ പോയാ? ഇപ്പം കഴിഞ്ഞ ആഴ്ച പോയിട്ട് വന്നേ ഉള്ളൂ. എടാ നീ പോയത് എവിടെയാ? ജോർജിയ അഫ്ഗാനിസ്ഥാനിലാണോ? ശരിയാ, ജോർജിയയിൽ പോയത്. എനിവേസ് എനിവേ യു ബോത്ത് ലവ് ദാറ്റ്. റീസെന്റ് കണ്ട് കരഞ്ഞ് അലമ്പാക്കിയ ഒരു മൂവി, ഇതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യന്. റീസെന്റ് ആയിരിക്കാം, എപ്പോഴെങ്കിലും ആയിരിക്കാം. ഓ തന്മാത്രം ഉണ്ട്, ഞാൻ ഭയങ്കര കാലം എപ്പോഴെങ്കിലും ആയിരിക്കാം. അതിന് ശേഷം നിനക്ക് ഹലോ മൈ ടെസ്റ്റ് ഹലോ ഓക്കെ ഓക്കെ ഓക്കെ. എന്താണ് ഇവിടെ നടക്കുന്നത്? എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? I really think both of you should start a YouTube channel. ചുമ്മാ വർത്താനം പറഞ്ഞോണ്ടിരിക്കുക. നമ്മളും പറഞ്ഞായിരുന്നു ആക്ച്വലി. അപ്പൊ രണ്ടുപേർക്കും നല്ലൊരു കൈഡി. ഓഡിയൻസെ അടിക്കാൻ പോകുന്നില്ല, നമുക്കെങ്കിലും അടിക്കാന്ന്. So tell me about how you are balancing. Ippam you are going to work as a director with a big Bollywood star. You switch on, switch off as a director, as an actor. എങ്ങനെ ചെയ്യുന്നത്? നസ്രിയക്ക് കുറച്ചുകൂടെ വെൽ മാനേജ്ഡ് ആണെന്ന് തോന്നുന്നു. എനിക്ക് ഞാൻ അല്ല കുറച്ചുകൂടെ ഇപ്പം aggressive അതാ ഞാൻ പറഞ്ഞത്, വെൽ മാനേജ് ഓൾസോ ബിക്കോസ് എനിക്ക് അത്രയും സമയം ഐ ചൂസ്. ഞാനത് ബേസിൽ ഇപ്പം ബാക്ക് ടു ബാക്ക് എല്ലാ മാസവും റിലീസുള്ള ഹീറോ അല്ലേ, മന്ത്ലി സ്റ്റാർ. ഞാൻ എന്നെ തന്നെ വിളിക്കുന്നു വിമൽ കുമാർ. ഗുരുവായൂർ അമ്പലനടയിലൊക്കെ ഞാൻ കണ്ട് You know what he calls me? He calls me 4 വർഷം കൂടി വരുന്നോണ്ട് ഒളിമ്പിക് സ്റ്റാർ എന്ന്. ആണോടാ? എല്ലാ 4 വർഷം. എല്ലാ 4 വർഷമാണോ ലീപ് ഇയർ? അങ്ങനെയും പറയാം. എന്നാൽ ലീപ് ഇയർ സ്റ്റാർ എന്ന് പറയാൻ വേണമെങ്കിൽ ലീപ് സ്റ്റാർ. ലീപ് സ്റ്റാർ. നിന്റെ ആ കോമഡി ഇവിടെ ഒട്ടും വർക്കൗട്ട് ആയില്ല കേട്ടോ. ഒളിമ്പിക് നീയല്ലേ പറഞ്ഞത്? ഞാൻ അതാ പറഞ്ഞു അന്ന്. ഞാൻ ചിരിച്ചതെന്നുള്ളൂ. ഞാൻ അന്നേ നിന്നോട് പറഞ്ഞു അതിന് നിലവാരം കുറവുണ്ടെന്ന്. നീ വിശ്വസിച്ചില്ല അന്ന് തന്നെ. ഇപ്പൊ എന്തായി? നീ അത് നിന്റെ രീതി പറയുമ്പോ അതിന് നിലവാരം ഉണ്ടാവും. ഓക്കെ ഓക്കെ. എന്റേത് കുറച്ചുകൂടെ അഗ്രസീവ് ആണ്. ഈ പറയുന്ന അഗ്രസീവ് ആവാൻ വേണ്ടി ചെയ്തതല്ല, അങ്ങനെ ആയിപ്പോയി, കയ്യിൽ നിന്ന് പോയി മൊത്തം. അപ്പൊ സത്യം പറയാലോ എന്നെ കൊണ്ട് പറ്റുന്നില്ലാന്ന് കയ്യിൽ നിന്ന് പോയി. ഇൻ ടേംസ് ഓഫ് ഈ മാനേജ്മെന്റ് ടൈമും ഒക്കെ അങ്ങനെയൊക്കെ. അപ്പോൾ കുറച്ചധികം ഹെക്റ്റിക് ആയിരുന്നു ഈ രണ്ടും കൂടെ മാനേജ്. അപ്പോൾ അങ്ങനെ പ്രോപ്പർലി മാനേജ്ഡ് അല്ലായിരുന്നു. ഇനി കുറച്ചുകൂടെ ബെറ്റർ ആവണമെന്നുണ്ട് ഇൻ ടേംസ് ഓഫ് മാനേജ്മെന്റ് ടൈം ആൻഡ് ഓൾ രണ്ടും കൂടെ. കാരണം ആക്ടർ എന്നുള്ള രീതിയിൽ ഇങ്ങനത്തെ ഒരു റെസ്പോൺസിബിൾ റോളിൽ എത്തുമെന്ന് ഞാൻ അങ്ങനെ എക്സ്പെക്ട് ചെയ്തതല്ല, പ്ലാൻഡ് അല്ല ഈ ലീഡ് റോൾ ചെയ്യാൻ തുടങ്ങും എന്നുള്ളത്. അപ്പം അതുകൊണ്ട് എൻ്റെ എല്ലാ പ്രയോറിറ്റിയും ഡയറക്ടർ എന്നുള്ള രീതി തന്നെയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഈ റോളും കൂടെ ഭയങ്കര റെസ്പോൺസിബിൾ ആയിട്ടുള്ള റോളും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് രണ്ടും ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ മാനേജ് ചെയ്യണം എന്നുള്ളൊരു പോയിന്റ് എത്തിയപ്പോൾ ആണ് മറ്റേതും വലിയ സിനിമകളാണ് ചെയ്യുന്നത്, ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള സമയം കൊടുക്കണം. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം പോസ് ചെയ്തിട്ടേ മറ്റേത് ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് അങ്ങനെ രണ്ടും കൂടെ മൾട്ടി ടാസ്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. ശരി, മൾട്ടി ടാസ്ക് വിടൂ. അപ്പോൾ ഈ രണ്ട് ഇതിൽ ഒരു പാത്രത്തിൽ ഇത് രണ്ടും തരാണ്, ആക്ടിങ് ഡയറക്ടിങ്. ഇതിൽ ഏതിനോടാണ് കുറച്ചൊരു ഡയറക്ടിങ്ങിനോടാണ് അല്ലേ? വിതൗട്ട് ഫ്ലിഞ്ചിങ് ആണല്ലേ? പിന്നെ സെക്കൻഡ് ഈസ് നോ സീൻ. ഡയറക്ടിങ് എന്ന് പറയുന്നത് ഒരു ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് ആണല്ലോ. അപ്പോൾ നമ്മളാണ് ആ മൊത്തം അതിനെ കോർഡിനേറ്റ് ചെയ്ത് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്നത്. എനിക്ക് ഇഷ്ടമാണ് I can't imagine him being a bossy character actually. എനിക്ക് ആലോചിക്കാൻ പറ്റില്ല ബേസിൽ ബീങ് ആംഗ്രി. എനിക്കതൊന്നും ഇമാജിൻ പോലും ചെയ്യാൻ പറ്റുന്നില്ല. ചൂടൊക്കെ ആവുന്ന ഞാൻ കേട്ടിട്ടുള്ളത്, കേട്ടിട്ടേ ഉള്ളൂ അല്ലേ? യു നെവർ സീൻ ഹിം ഗെറ്റ് ആംഗ്രി. And then നമ്മള് പിന്നെ ഇപ്പം കുറെ സംസാരിച്ചൊക്കെ വരുമ്പോൾ ഐ ഹേർഡ് ഇൻസിഡൻസ് and all ബേസിൽ പറഞ്ഞു. അല്ലെങ്കിൽ ഇൻസിഡൻസ് ആണത് just 1 or 2 ബട്ട് എന്നാലും കുറവല്ലേ. അങ്ങനെ പ്രഷർ ഉണ്ടാവുമല്ലോ അന്നേരം കയ്യിൽ. ഞാൻ മൾട്ടി ടാലന്റഡ് അല്ലല്ലോ, അതുകൊണ്ട് എനിക്ക് പ്രഷർ വരും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഡെഫിനറ്റ്ലി ഡയറക്ടർ എന്നുള്ള ഇത് തന്നെ ചൂസ് ചെയ്യാനേ താല്പര്യമുള്ളൂ. അപ്പോൾ അതിന് കുറച്ചുകൂടെ ടൈം കൊടുക്കണം എന്നുണ്ട് ഇനി ഗോയിങ് ഫോർവേഡ്. അപ്പോൾ അത് അങ്ങനത്തെ ഒരു ബേസിലിന്റെ ഒരു വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഹിസ് മൂവി മേക്കിംഗ് സ്റ്റൈൽ, എ പാറ്റേൺ ഇസ് വെരി ഇൻട്രസ്റ്റിംഗ് ഫോർ ഈവൻ കിഡ്സ്. ലൈക്ക് പിള്ളേര് കൊച്ചുങ്ങളെ ഇരുത്താനാണ് പാട്. ഇപ്പം നില എനിക്ക് പിള്ളേരുണ്ട്, യു ഓൾസോ ഹാവ് എ ബേബി. പിള്ളേർ കാണുന്ന സിനിമകൾ വളരെ വിരളമാണ്. ദേ വാച്ച് ഓൺലി കാർട്ടൂൺസ്. പക്ഷെ യോർ മൂവി, ഈവൻ ദോ ഇറ്റ്സ് ലൈക്ക് റിയൽ ലൈഫ് ക്യാരക്ടർ, റിയൽ സീൻസ് ആൻഡ് എവറിത്തിങ്, ദ സൗണ്ട് ആവട്ടെ, എന്തോ ഒരു എലമെന്റ് ഉണ്ട് ദാറ്റ് ദ കിഡ്സ് വാണ്ട് ടു വാച്ച്. ഐ സ്റ്റിൽ റിമെമ്പർ സെയിം ഏജ്. ഞാൻ ടൊവീനെ മെസ്സേജ് ചെയ്തായിരുന്നു. അന്ന് എനിക്ക് ബേസിൽ അങ്ങനെ ഫ്രണ്ട് അല്ല, പക്ഷെ ഞാൻ ടൊവീനോനെ മെസ്സേജ് ചെയ്തു. നമ്മുടെ മിന്നൽ മുരളി ഇറങ്ങുന്നത് ശരിക്കും ഓൺലൈൻ ആണല്ലോ, നെറ്റ്ഫ്ലിക്സിൽ കാണുമ്പോൾ
നിലു അന്ന് കുഞ്ഞാണ്, ബട്ട് ഷീ വാച്ച് ദി എൻറ്റയർ മൂവി. എനിക്കൊന്ന് പാട്ട് എങ്ങോട്ട് വരുമ്പോഴാണ് അവളൊന്ന് ഇതായത്. ബാക്കി എല്ലാം ഷി വാസ് വാച്ചിങ്. I think that was the first film or something you said. Fully ഇരുന്ന് കണ്ടത്. And I was like, what was the factor that made her sit? അതിലൊരു കൊച്ചുണ്ട്, അതൊക്കെ വരുമ്പോഴേ ഷീ വാസ് വാച്ചിങ്. അപ്പോൾ ഐ ഈവൻ മെസ്സേജ് നില എൻജോയ്ഡ് ഇറ്റ്, യുനോ. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു എലമെന്റ് കൊണ്ടുവരുന്നത് സിനിമയിൽ? Is it a conscious effort? ഇല്ല, കോൺഷ്യസ് എഫേർട്ട് അല്ല ആക്ച്വലി. എനിക്ക് ബേസിക്കലി നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഒരു കുട്ടിത്തം ഉണ്ടല്ലോ ആക്ച്വലി എല്ലാവരുടെയും ഉള്ളിലും അപ്പൊ എനിക്കത് ഞാൻ ഇല്ല, റിയൽ ലൈഫിൽ ഞാൻ അങ്ങനെ ഭയങ്കര മെച്ചുവേർഡ് ആയിട്ടുള്ള ഭയങ്കര ഡീപ്പ് ആയിട്ടുള്ള ആളൊന്നും അല്ല ബേസിക്കലി. ഇപ്പൊ ഡീപ്പൊക്കെ തന്നെയാണ്. ഡീപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഈസി ഫൺ. അപ്പൊ അത് തന്നെയായിരിക്കും സിനിമയിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ടൊവി ആണെങ്കിലും ആക്ടർ എന്നുള്ള രീതിയിൽ അവനും ഉണ്ട് അങ്ങനത്തെ ഒരു ഷെയ്ഡ് ആക്ച്വലി. അപ്പൊ അതും കൂടെ ആ ഒരു കൊളാബറേഷനിൽ അത് രണ്ടും കൂടെ വരുമ്പോൾ നല്ല രസമായിരിക്കും. അപ്പൊ അവനെയാണല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓഡിയൻസ്. അപ്പൊ അവനത് കറക്റ്റ് ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നാൽ അതിന്റെ അകത്തൊരു ഇൻവിസിബിൾ സിഗ്നേച്ചർ ആയിട്ട് ഒരു ഡയറക്ടറിന്റെ സിഗ്നേച്ചർ അവിടെ ഉണ്ടാവും. അപ്പൊ രണ്ടും കൂടെ ക്ലബ് ചെയ്ത് വരുമ്പോൾ അതൊരു എന്താ പറയുക, കുട്ടികൾക്കും കൂടെ അപ്പീലിംഗ് ആവണം. പിന്നെ സൂപ്പർ ഹീറോ ജോണർ എന്ന് പറയുമ്പോൾ അപ്പൊ അതിന്റെ സീനുകളൊക്കെ ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്നൊക്കെ അങ്ങനത്തെ ഒരു ഇതും കൂടെ കണ്ടുകൊണ്ട് തന്നെയാണ് കുട്ടികൾക്കും കൂടെ ഇഷ്ടമാവുന്നത്. ഇപ്പൊ തീമിന്നൽ പാട്ടൊക്കെ ആണെങ്കിലും സ്കൂൾ ആനിവേഴ്സറി. Oh yeah, the lyrical song. Anyway, let's move to Nazriya about her movies. Even though you said എടയ്ക്കിടയ്ക്കാണ് സിനിമ ചെയ്യുന്നത്, she is actually a busy actor. Telugu she did a movie with Nanika kuda you did a Telugu movie which was a super hit. Tell me about ഈ പല പല ലാംഗ്വേജസിൽ പോയി വർക്ക് ചെയ്യുമ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഞാൻ തെലുഗു പടങ്ങൾ കാണാറ് പോലും ഇല്ലായിരുന്നു. ഐ കാൺട്ട് ഈവൻ ഫോളോ ലൈക്ക് എനിത്തിങ് ദാറ്റ് ദേ സേ എന്നുള്ള ഇതിലായിരുന്നു. പക്ഷെ കഥ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുകൊണ്ട് I hadn't even seen that director's previous 2 films. അത്രയ്ക്കും you love the movie that yeah, so കഥ ഞാൻ ഫുൾ ഫ്രഷ് ആയിട്ട് ഒരാളുടെ കൂടെ നറേഷൻ ഇരിക്കുക. there's no like this thing which no notion. yeah എന്ന് വെച്ചാൽ സക്സസ്ഫുൾ ആൾക്കാരും ഒരു കുറേ പടങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാർ ഒബ്വിയസ്ലി നമുക്ക് ആ ഒരു ജഡ്ജ്മെന്റ് ഇത് വരും. ബട്ട് റീസെൻ്റ്ലി 2-3 ഫിലിംസ് ഓൾ പീപ്പിൾ ഐ സിറ്റ് ലൈക്ക് ഫ്രഷ്. അപ്പം ലാംഗ്വേജ് ഹാസ് നെവർ, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. കമ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ഐ എം ലൈക്ക് ഗോഡ് വാട്ട് വാസ് ഐ തിങ്കിങ്, ഐ ഡോണ്ട് നോ ദിസ് ലാംഗ്വേജ്. എന്നിട്ട് ബട്ട് ഐ റിയലി വർക്ക് ഹാർഡ് ടുവേർഡ്സ് ഇറ്റ്. ഞാനൊരു ട്യൂട്ടറുമായിട്ട് എല്ലാ ദിവസവും എൻ്റെ സീൻസിലിരിക്കുക. എൻ്റെ സീൻസ് മാത്രമല്ല, മൊത്തം കഥ ഓരോ ആൻഡ് ഐ ഡബ്ഡ് ഓൾസോ. സോ നമുക്ക് ഒരു സാധനം ഈ നേരത്തെ പറഞ്ഞ പോലെ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ യു വിൽ വർക്ക് ടുവേർഡ്സ് ഇറ്റ്. സോ and your look in that movie was so adorable because Nazriya അപ്പം ഇൻസ്റ്റയിലെ സ്റ്റോറിയിലൊക്കെ ഈ BTS പോലെ ചിലപ്പോൾ ഒരു സ്റ്റോറി vanity van എന്നൊക്കെ ഇടും. I'm like she's wearing a nice top and a shorts and I'm like so cute, you know. She looks like a doll അല്ലേ? ലീല. നിനക്ക് ഇഷ്ടമുള്ള പടമല്ലേ അത്? He told me. I think she looks so cute in that movie. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സിനിമ. ഞാൻ അത് കഴിഞ്ഞിട്ട് മെസ്സേജ് ഒക്കെ അയച്ചായിരുന്നു. നമുക്ക് നേരിട്ട് പരിചയമില്ലെങ്കിൽ പോലും ഞാൻ മെസ്സേജ് അയച്ചു. എന്തായാലും I want to show you both something. അതായത് നമ്മുടെ ടീംസ് അവരെന്താ ചെയ്തെന്ന് അറിയോടാ? അവര് പോയടാ എങ്ങോട്ട്? റോട്ടിലേക്ക്. ഓ നോടാ. അപ്പൊ പബ്ലിക്കിനോട് ചോദിച്ചു, നിനക്ക് തെറിയാന്ന് തോന്നുന്നു. ഓ ഗോഡ്, ദിസ് ഗോണ ബി ഹെക്ടിക്. പബ്ലിക്കിനോട് ചോദിച്ചു എന്താണ് ചേട്ടനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ പബ്ലിക് പറഞ്ഞത് കേൾക്കാം. ഞാൻ നസ്രിയയുടെ ഭയങ്കര ഫാനാണ്. നിലവിൽ സിനിമയില് തിരിച്ച് കൂടുതൽ നല്ല ഉഷാറായിട്ട് വരണം എന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. ഞാൻ JJ സിനിമ ഉണ്ടായിരുന്നു, അതില് ചവിട്ട് കിട്ടിയത് ശരിക്കും ഒറിജിനൽ ആയിട്ട് കിട്ടിയതാണോ? നസ്രിയ നല്ല കുട്ടിയാണ്, നല്ല ഇതൊക്കെ നല്ലൊരു അഭിനയമാണ് അതിന്റെ. ബേസിൽ സാറിന്റെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഫിലിം എന്ന് പറയുന്നത് ഗുരുവായൂരമ്പല നടയിലാണ്. So Minnal Mulli was a good movie actually. We started it as a one-off movie we thought, but upon finishing that we liked that movie. നസ്രിയയുടെ എന്ന് പറയുമ്പോൾ ഓം ശാന്തി ഓഷാനും ബാംഗ്ലൂർ ഡേയ്സ് ഒക്കെ ഇഷ്ടമാണ്. ബേസിലും പൃഥ്വിരാജും കൂടി വന്നിട്ട് മറ്റേ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഫസ്റ്റ് ടൈം കാണുമ്പോഴുള്ള ആ ഒരു ഇതാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ബേസിലിന്റെ കുഞ്ഞിരാമായണവും മിന്നൽ മുരളിയൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഇപ്പൊ ഗുരുവായൂരമ്പല നടയില് അതൊക്കെ ഭയങ്കര നല്ല രസമുള്ള സിനിമയായിരുന്നു. നസ്രിയയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഓശാന്തി ഓശാനയാണ്. ഇനി ഏതാ പുതിയ സിനിമ? ബേസിൽ ജോസഫിന്റെ ഡയറക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആൻഡ് ആക്ടിങ് ഓൾസോ. നസ്രിയ ഇപ്പം കുറെ നാളായല്ലോ അഭിനയിച്ചിട്ട്. പഴയ വേഷങ്ങളൊക്കെ ചെയ്ത് നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂർ ഡേയ്സ് ഒക്കെ പുള്ളിക്കാരുടെ നല്ലൊരു പടമാണ്. ബേസിലിന്റെ എല്ലാ പടങ്ങളും ഇഷ്ടമാണ്. പിന്നെ ഡയറക്ടർ എന്ന നിലയ്ക്കും ഒക്കെ പുള്ളി അടിപൊളിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ആക്ടേഴ്സിൽ ഒരാളാണ് നസ്രിയ. ബേസിൽ ജോസഫ് സാറിന്റെ കോമഡി സീനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം.
ആൻഡ് ടു യു നസ്രിയ, നിങ്ങൾ ഏതൊരു ആക്ട്രസിനോടാണ് ഏറ്റവും കൂടുതൽ ഇൻസ്പയർഡ് ആയിട്ട് നിങ്ങൾ ഒരു മോഡലായിട്ട് എടുത്ത് നിങ്ങൾ നിങ്ങളുടെ ആക്ടിങ് കരിയറിൽ യൂട്ടിലൈസ് ചെയ്യുന്നതെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്? നസ്രി ഈസ് സോ ക്യൂട്ട് ആൻഡ് എനിക്കൊരു ഡൗട്ട് ഉണ്ട്, ഈസ് ഷീ ഫോളോയിങ് എനി ഡയറ്റ്? बेसिल का हिंदी सिनेमा कब आएगा? ഈ ഒരു വീഡിയോ ഞങ്ങൾ ബോംബെ വിട്ട് എടുപ്പിച്ചതാ. ബേസിൽ ഭയ്യാക്ക വീഡിയോ ഹിന്ദിയിൽ റിപ്ലൈ പറയേണ്ടി വരുമോ? അത് നീ ഒന്നുകൂടി കണ്ടോട്ടോ. बेसिल का हिंदी सिनेमा कब आएगा? എനിക്ക് നമ്മുടെ കരിക്കിലെ ബാബു നമ്പൂതിരി ടീഷർട്ടിൽ എന്തായിരിക്കണേ? നെവർ പെർഫെക്റ്റ് ബട്ട് ഓൾവേസ്. ബട്ട് ഓൾവേസ് ഇംപെർഫെക്റ്റ് എന്നായിരിക്കും. അപ്പൊ പറഞ്ഞോളൂ, ഫസ്റ്റ് നമുക്ക് നസ്രിയയുടെ ആ ചോദ്യം. ഡു യു ഫോളോ ഡയറ്റ്? No, I don't. എങ്ങനെ ക്യൂട്ട് ആയിട്ട് ഇരിക്കുന്നതെന്നാണ് കുട്ടി ചോദിച്ചത്. അല്ല, there are times പെട്ടെന്ന് ബ്ലോട്ടപ്പ് ചെയ്യുന്ന ആളാ, ലൈക്ക് സോ കുറച്ചായി വാച്ച്. ഐ ഡോണ്ട് ലൈക്ക്, പക്ഷെ ഡയറ്റ് ഇല്ല, പെർട്ടിക്കുലർ ഇതേ കഴിക്കുള്ളൂ, എല്ലാം കഴിക്കും. പക്ഷെ കുറച്ച് പോകുന്നുണ്ടെന്ന് തോന്നുമ്പം ചെറുതായിട്ടൊന്ന് പിടിക്കും. ഷീസ് ഓൾവേസ് ബീൻ ക്യൂട്ട് ഡാ. ആ ക്യൂട്ട് ഡാ. നിനക്ക് എന്തോ ഒരു അഭിപ്രായമില്ലാതെ നച്ചു ആൻഡ് ബിച്ചു. മറ്റേ ആ ക്വസ്റ്റ്യന് ഒരു ആൻസർ കബ്ബായേഗ. ബിക്കോസ് ഇതിപ്പോ ഞാനല്ലല്ലോ പറഞ്ഞ, പബ്ലിക്കിന് ഓൾറെഡി അറിയാം. ധ്യാൻ ശ്രീനിവാസനെ എപ്പോഴെങ്കിലും ഒക്കെ ആയേഗ. എന്ത് പറ്റി? ധ്യാനാണോ പറഞ്ഞത്? ഇത് ആരാ ലീക്ക് ചെയ്തത്? ധ്യാൻ. കണ്ട, ഞാൻ നിന്റെ സീക്രറ്റ്സ് ഒന്നും ലീക്ക് ചെയ്യാറില്ലല്ലോ. Why did you say I'm like him? Why? അവനുമായിട്ട് നീ വാറിനൊന്നും പോവല്ലേ. ഞാൻ എന്ത് ഓർമ്മ, ഞാൻ നിന്റെ അടുത്ത് ചോദിക്കുന്നു. അല്ല, ധ്യാനും നസ്രിയും എങ്ങനെയാ ഒരുമിച്ചിരിക്കുമ്പോ? നമ്മൾ ഒരുമിച്ചിരുന്നിട്ടേ ഇല്ലല്ലോ. ഇരിക്കണം കേട്ടോ. അപ്പോ നീ ഒരുപാട് ചിരിക്കും. നിനക്ക് ഇവിടുന്ന് ഇറങ്ങിയിട്ട് എന്റെ പണിയുണ്ട്, വാ. അത് കബ്ബായക, അത് അങ്ങനെ ഒരു നീ അതിന് ഹിന്ദിയിൽ തന്നെ മറുപടി കൊടുത്തോ? ഭയ്യാന്ന് വിളിച്ചിട്ടേ പടേക, മറ്റേ പടേക ഇട്ടാ മതി. നമ്മൾ പഠിച്ചില്ലേ ക്യോങ്കിലിയും പടേക. അതായത് ചെറിയൊരു കുറച്ച് കടുപ്പുള്ള ഇന്ത്യയുടെ കൂടെ ഒരു പടേക കിട്ട ഭയങ്കര പൊളിയാന്ന് തോന്നുന്നു. ഓത്തോ കർണ പടേക. നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനുള്ള ആൻസർ ഇനി ഹിന്ദി ആക്കാം. നല്ലൊരു ക്വസ്റ്റ്യൻ എടുക്കാം ഞാൻ അതിന് വേണ്ടി. അയ്യോ, നിന്റെ അവിടെ ചാൻസ് തരാൻ ഇരുന്നവരെല്ലാം പോടാ ഹിന്ദിയിൽ സംസാരിച്ചാ. ഇതോടുകൂടി Are you trying to give him a funny? ये मूवी क्योंकि चूज किया, इसके लिए बात करो. അല്ല, നീ ആദ്യം പറ. ഇവൻ കോപ്പി അടിക്കും. ആക്ച്വലി ഷീ നോസ് ഹിന്ദി. അപ്പം എനിക്കും കുറച്ചൊക്കെ അറിയാം. അതുകൊണ്ട് നിനക്കല്ലേ ഷൂ പോളിഷ് ചെയ്യാൻ അറിയാത്തത്, അതുകൊണ്ട് നീ നല്ലപോലെ പോളിഷ് ചെയ്ത് പഠിക്കുന്നത്. മലയാളി ഇവന് ഒന്ന്, അപ്പൊ നീ നന്നായിട്ട് ചെയ്ത് പഠിക്കും. നല്ല വിലപിടിപ്പുള്ള നമുക്ക് കുറച്ചറിയാം, നീ പറ. इसका स्टोरी बहुत अच्छा था, कहानी अभी नहीं है, था. अभी क्या हो गया? अच्छा था, उस टाइम में कहानी था, अभी मूवी हो गया. मूवी हो गया. बोली कैसे हो गया? How are you എന്നാണോ ചോദിച്ചത്? ഇല്ല, ക്യൂ ചൂസ് അങ്ങനെ. അപ്പൊ മലയാളം മലയാളം അപ്പൊ कहानी अच्छा था. അപ്പം नहीं है, नजरिया हिंदी में അപ്പം उधर नहीं है, सिर्फ पराठा होता है. നല്ല ചളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് നിനക്ക് ഇഷ്ടപ്പെട്ടാണല്ലോ. क्योंकि कहानी अच्छा था. അത് നീ പറഞ്ഞടാ. പറഞ്ഞു, ബാക്കി പറയട്ടെ, നിങ്ങളൊന്നും മിണ്ടാതിരി. എന്റെ കോൺസെൻട്രേഷൻ ഫോക്കസ് ചെയ്യാൻ വേണ്ടി. और पीछे अच्छा अच्छा मनुष्यर था. किसके पीछे? आगे पीछे എന്ന് പറഞ്ഞു. ചോലിക്ക് സ്റ്റോറി നമ്മൾ മാത്രമായിരിക്കും ചിരിക്കുന്നത് ഈ ജോക്സിന്. നിങ്ങളും ചിരിക്കണം കേട്ടോ. പ്രൊഡ്യൂസേഴ്സ് അച്ചാത്ത ഇപ്പൊ എന്താണോ അവരെന്താ പടമായി മാറിയോ പ്രൊഡ്യൂസേഴ്സ്? മറ്റവര് താ, ഇവരെന്തായി മാറി പടം കഴിഞ്ഞപ്പം? അവരുടെ പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നു, ഇപ്പൊ പ്രൊഡ്യൂസേഴ്സ് അല്ലേ. വരുമ്പോ വരും. ബാക്കി ബോലോ, ബാക്കി ബോൾ രേ ബോൾനാ പടേഗ. നീ അവിടെ എന്തിനാ പടയ കേട്ടത്? മസ്റ്റ് കണ്ണെടുത്ത് കൊണ്ട് പടയ കേടരുത്. നീ പറഞ്ഞു, എനിക്ക് എന്റെ ഹിന്ദി പെർഫോം ചെയ്യാനുള്ളതാണ്, വേണം ഹിന്ദി ഡയറക്ടേഴ്സ്. बहुत
अच्छा बैनर बैनर था हैप्पी आवर माइनर था ना इसके अंदर बहुत अच्छा माइनर था बैनर बैनर अതാണ് हैप्पी आवर्स एंटरटेनमेंट समीर ताहिर ഷൈജു കാലിബോത്ത बहुत ബാക്കി അതൊന്നും ഹിന്ദിയിൽ പറയേണ്ട ആവശ്യം സമീർ താഹിറിന് ഹിന്ദി എന്താണോ അത് ഓൾറെഡി ഹിന്ദിയാ സമീർ ഒക്കെ ഓൾറെഡി ഹിന്ദി വേർഡ് समीर साहब और शाइजू साहब और एवी अनूप साहब ये तीन बहुत एक्सपीरियंस्ड सिनेमाटोग्राफर्स है और प्रोड्यूसर है एवी अनूप सर और इसका ये कहानी के बाद कहानी बहुत अच्छा था इसलिए कहानी के बारे में मैं अच्छा था अच्छा है अच्छा ही रहेगा എടാ ഇനി താ പറയരുത് എന്നുവെച്ചാ കയ്യിന്ന് പോകും ഹേന്ന് പറയണം അല്ലേ കറക്റ്റ് അല്ലേ എന്താ പാണം नहीं मिन्नल मुरली के टाइम में मिन्नल मुरली नहीं सूक्ष्मदर्शिनी नहीं मिन्नल मुरली के टाइम में समीर ताहिर अच्छा था मिन्नल मुरली का सिनेमाटोग्राफर था समीर ताहिर समीर साहब समीर अन्ने समीर तंबी समीर भाई मेम सब और समीर जी मुझे मालूम इसका कथा ये बोलेगा ഇപ്പൊ സമീറൊക്കെ അവിടെ ചോദിക്കും हम तुम झगड़ा है दुश्मन എന്താ താ പറഞ്ഞെന്ന് ചോദിക്കും क्यों मेरे बारे में वहाँ पूछा बोला उस तरह अപ്പൊ समीर भाई ने मेरे മന്മദരാസ കണ്ണി മനസ്സേ കിളാതെ മന്മദരാസ ഗൈസ് എല്ലാരും ഈ സിനിമ കാണണം ബേസിൽ എന്തോ പറയാൻ ഉദ്ദേശിക്കുന്നത് इस कहानी एक नेबरहुड का कहानी है एक कम्युनिटी में बहुत नेबर्स है मेरी नेबर्स कैरेक्टर का हिंदी बोल तुम कथा പറയാൻ പറഞ്ഞപ്പോൾ तुम नहीं बोला अभी मैं बोल रही हूँ उसके साथ लाइन पकड़ रहे पीछे पकड़ रहा गैस एक अब बोल। कम्युनिटी और एक नेबरहुड का കഥ അല്ലല്ലോ നെയ്ബർഹുഡ് അല്ല ദേശവാസി എന്ന് പറഞ്ഞാൽ ദേശവാസിയൊന്നുമില്ല എന്താ പറയാ മൊത്തം ദേശവാസിയാണ് ഇത്ര ഒരു ഏരിയ ദേശവാസി ചോട്ടാ ദേശവാസി വത്തിക്കാൻ एक छोटा ग्रामम में ग्राम अല്ല ഗ്രാമം नहीं है ग्राम 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 एक कम्युनिटी है उधर मेरा कैरेक्टर ग्राम हिंदी ഉണ്ടാവില്ലേ ഞാൻ എന്നെ ഹിന്ദി പഠിക്കാൻ ഇവിടെ സമ്മതിക്കുന്നില്ല ഗൈസ് ഇപ്പൊ മില്ലിഗ്രാം അതൊക്കെ അവരെന്താ പറയാ കിലോഗ്രാം അതൊക്കെ एक छोटा ग्राम है അല്ല അത് എടാ അത് ഗാവാണ് गाँव ഗാവ് नो 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 we क्या बोल रहे हैं आप ഈ പടത്തിൽ അഭിനയിച്ചവനല്ലേ ഗ്രാം है नहीं गाँव नहीं ये बहुत उधर पालतू जानवर है हाउसिंग कॉलोनी हाउसिंग कॉलोनी जैसा छोटा सा कम्युनिटी नेबरहुड Residential जिधर association. चार घर ही है उतना उसका ऊपर नहीं है इस कम्युनिटी में मैं मेरा फैमिली और नेबर्स पूजा अखिला बहुत सारी वुमेन है एक्चुअली इस फिल्म में सिर्फ एक लड़का या एक കൂടുതൽ लड़का है एक सिद्धार्थ बरदन दीपक परम्बोल कोटेम रमेश चेटन और उस कम्युनिटी में जब ये और इसका फैमिली आएगा उधर रेंट के लिए उस टाइम क्या क्या हो रहा है उस कम्युनिटी का डेली रूटीन्स और रिथम चेंज हो रहा है वो है कहानी बर्बाद हो जाएगा बर्बाद അപ്പൊ क्लाइमैक्स പറയടാ എനിക്ക് മറ്റേ ഉങ്ങൾക്കുള്ള എന്നെ പ്രശ്നം എനിക്ക് ഒന്നുമേ പുരിയല്ലേ എന്നിട്ട് പോടായാട്ടെ ओके ये है ये कहानी कहानी इतराണ് यही है कहानी അപ്പൊ കഹാനി घर घर की कहानी वेरी रिलेटेबल कहानी पर डिटेक्टिव थ्रिलर 2024 में हो रहा है कहानी फैमिली थ्रिलर एज ऑफ द सीट നിങ്ങൾ ഈ സ്ക്രിപ്റ്റ് ഫുൾ കേട്ടിട്ട് തന്നെയല്ലേ അഭിനയിച്ചത് बैक टू मलयालम ऑडियंस ने सीट का एज में बैठकर देखना पड़ेगा नेल बाइट कर അത് ഹിന്ദി പറയാനുള്ള ഐസ ഒന്ന് കട്ട് ചെയ്ത് ഞാൻ ഒന്ന് ബ്രേക്ക് എടുത്തു എനിക്ക് ഇവിടെ എന്താ നടക്കുന്നത് വാട്ട്സ് ഹാപ്പനിങ് ടു മീ എനിക്ക് ഇതുവരെ എനിക്ക് ഇത് ഇങ്ങനെ ഈ സ്റ്റുഡിയോയിൽ തോന്നിയിട്ടില്ല ഞാൻ ടെൻഷൻ ആയിട്ടിരിക്കട്ടാ എന്റെ ഹാർട്ട് ബീറ്റ് ഒക്കെ കൂടിയിരിക്കുക ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്റെ ഓഡിയൻസിന്റെ അവസ്ഥ എന്റെ ഗസ്റ്റിന്റെ അവസ്ഥ ഇതായിരിക്കും
പാവം സായി പല്ലവി നമ്മളത് പഠിപ്പിക്കാൻ എപ്പിസോഡ് കണ്ടോ? ഞാൻ കണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? പാവം സായി പല്ലവി. ഞാൻ അത് തന്നെ ആലോചിച്ചിട്ടുണ്ട്. ഞാൻ എപ്പിസോഡ് കണ്ടപ്പോ കുറെ ഭയങ്കര വ്യൂസും. അപ്പൊ സായി പല്ലവി എന്തൊക്കെയോ ഭയങ്കരമായിട്ടൊന്ന് സംസാരിച്ചിട്ടുണ്ടാവും നോക്കുമ്പോ സായി പല്ലവി ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. സായി പല്ലവി ഒരു പാട്ട് പാടി മാത്രമേ പാടൂ, എനിക്ക് TRP പാടൂ, അല്ലെങ്കിൽ മിണ്ടണ്ട. അവള് പാട്ട് വരെ പാടി. അതേ അത്രേ സംഭവിച്ചുള്ളൂ. അതില് 42 മിനിറ്റ് എങ്ങാണ്ടുണ്ട്. ഒരു പാട്ട് കേട്ടു. പിന്നെ പാട്ട് കട്ട് ചെയ്യണേന്ന് പറഞ്ഞോണ്ടിരിക്കുന്നില്ലാതെ അതിന്റെ ഇടയിൽ എന്തൊക്കെയോ പറയുന്നു. പാടിയും പോയി ഇനി അത് കട്ട് ചെയ്യാതെ എന്റെ പാട്ടൊന്ന് കെട്ടിയണക്കെ എന്റെ പാട്ടൊന്ന് കെട്ടിയണേന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു. പാവത്തിന്റെ ടോർച്ചർ. മേല മലയാള സിനിമയിൽ അഭിനയിക്കില്ലാതെ എനിക്ക് തോന്നുന്നു. ആകെ ഇവിടെ ഒരെണ്ണ കൊടുത്തത് ഏറ്റവും നല്ല നോക്കി പേളിയുടെ അത് നിങ്ങൾക്ക് ഉറപ്പ് ഞാൻ വരുത്താം. ഇതിന് നല്ല വ്യൂ വരും. നിങ്ങൾ നല്ല സ്ഥലത്താ വന്നിരിക്കുന്നത്. മറ്റേ കുമ്പളങ്ങി നൈറ്റ്സ് പോലത്തെ. എനിക്ക് ഒരു സെഗ്മെന്റും കൂടി ഉണ്ട്. അത് രണ്ടുപേർക്കും ഒരു സാധനം ഞാൻ കയ്യിൽ തരും. അത് പിടിച്ചിട്ട് നിങ്ങളുടെ രണ്ടുപേരുടെ മുഖം ഉണ്ടാവും. സോ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആരോടാണ് ടൂ മച്ച് മാച്ചിങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് അയാളുടെ മുഖം കാണിക്കുക. ഐ ഗൈസ് റെഡി? ആദ്യം ഫോട്ടോ എങ്ങനെയുണ്ടെന്ന് പറയൂ. നല്ല ഫോട്ടോ. ഇവന്റേതാ എനിക്ക് ഇഷ്ടപ്പെട്ടെ. ഇവന്റേത് പൊളി. നിന്റേത് സൂപ്പർ ഡാ, സൂപ്പർ. പൊന്നു പേർലി, നിങ്ങൾ പ്രപ്പ് മുതലേ എനിക്കെതിരെ സൂപ്പർ. നിന്റെ നോക്കിയേ, ഞാൻ ചേച്ചി ഇവിടെ വന്നപ്പോ മാത്രമേ എനിക്കെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങി. നിന്റെ ചിരി നോക്കിയതില് എനിക്കെതിരൊരു ഹേറ്റ് ക്യാമ്പയിൻ തന്നെ നടക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. നീ എന്റെ അടുത്ത് ഇങ്ങനെ റൂഡായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടോ? നസ്രിയ ഫാൻസ് തന്നതാ. ആര്? മറ്റേ ശ്വേത ഗുപ്ത. ശരിക്കും നീ ഒന്ന് കാണിച്ചേ. നീ ആ റീൽ എടുക്ക. ലൈവ് ക്യാമറ. നീ ഫോൺ എടുത്തേ. ഓ ബേട്ടീന്ന് മേരി പ്യാരി. 100% ഉണ്ട്. Back with a bang, so excited, fire, love. ഞാൻ പറഞ്ഞു ഇപ്പൊ ഒരു പോസ്റ്റ് ഇടും. ആദ്യം വരുന്ന കമന്റ്സ് ഇതിപ്പോ നമുക്കറിയാലോ. നീ താഴേക്കോ. ഇതിപ്പോ നമുക്ക് നീ അത് കഴിഞ്ഞ് പെയ്ഡ് ആൾക്കാരെ വെച്ചിട്ട് ഇടുന്നത് നമുക്കറിയാലോ. അത് ഓക്കെ. ഞാൻ പറയുന്നത് അവന് ഒരെണ്ണം പോലും കിട്ടുന്നില്ല. ഒരെണ്ണം പോലും. ജിസ്കോ भी सोशल मीडिया पे ഫോളോസ് चाहिए. 500 ഫോളോസിൽ 15 രൂപ. പിന്നെ ഡ്രാഗൺ മുട്ടയൊക്കെ ഉണ്ട് അതിന്റെ അകത്ത്. ഇതാണ് 8 മില്യൺ. 8 മില്യൺ എന്ന് പറയുമ്പോ എല്ലാരും വരും. അതാ പറയുന്നത് അതിനകത്ത് 7 മില്യൺ അതാണെങ്കിൽ അല്ല 1 മില്യൺ ആണ് ശരിക്കും സത്യസന്ധരായ ഫോളോവേഴ്സ്. അപ്പൊ നിനക്ക് എന്താ അങ്ങനെ വരാത്തെ? ബിക്കോസ് എന്റെ ഓർഗാനിക് ആണ്. ഞാൻ ഇങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്യാറില്ല. എന്റെ ബൂസ്റ്റ് ഞാൻ എങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്യുന്നത്? കാശ് കൊടുക്കുന്നുണ്ടാവും യൂട്യൂബിന് അല്ല ഇൻസ്റ്റാഗ്രാമിൽ. ഇല മുള്ളില് വീണാലും നമ്മളാണ് ഡാമേജ്. ഞാൻ സമ്മതിച്ചു കൊടുക്കൂല അങ്ങനെയൊന്നും. അവനൊന്നും നഷ്ടപ്പെടാനില്ല. നമുക്കുണ്ട്. ഞാനതല്ല ഇങ്ങോട്ട് വരാത്തത്. ഈ ഗെയിമിന് എന്തെങ്കിലും ഒരു പേരിട്ടോളൂ. അപ്പൊ സൂക്ഷ്മതയോടെ ഈ ക്വസ്റ്റ്യൻ കേട്ടിട്ട് ആരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇതിന് ബന്ധമുള്ളത് എന്നുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആരാണ് സെറ്റിൽ ലേറ്റ് ആയി വരാറ്? ആരായിരിക്കും ലേറ്റ് നൈറ്റ് സീരീസ് ബിഞ്ച് വാച്ച് ചെയ്ത് തീർക്കുക? യു ഡു ദാറ്റ്? കണ്ടു നിങ്ങളിൽ ആരായിരിക്കും സെറ്റില് പ്രാങ്ക്സ് ചെയ്യുക? ഇങ്ങനെ ഷൂട്ട് ബ്രേക്ക് ടൈമില് ആരായിരിക്കും റാൻഡം ആയിട്ട് പോയി ഡാൻസ് ഒക്കെ ചെയ്തോണ്ടിരിക്കുക? ബോത്ത് ഓഫ് യു? നോ വണ്ടർ. ഒരു മൂവി സീൻ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ ഇമോഷണൽ ആവുന്നത് ആരായിരിക്കും? നിങ്ങളിൽ ആരാണ് എക്സ്ട്രീം സ്പോർട്സ് ലൈക്ക് സ്കൈ ഡൈവിംഗ്, ബഞ്ചി ജമ്പിങ് പോലത്തെ ഒരെണ്ണം പേടിയില്ലാതെ ട്രൈ ചെയ്യാൻ റെഡി ആവുക? നിനക്ക് പേടിയാണോ? എനിക്ക് പേടിയാ. അടുത്തത്, ആരാണ് സീരിയസ് ആയിട്ടൊരു സീൻ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ചിരിച്ചോണ്ടിരിക്കുക? നീ ചെയ്യല്ലേ? പക്ഷെ അവനാ കൂടുതൽ. ഐ അഗ്രി. മൈക്ക് ഉണ്ടെന്ന് പോലും ഓർക്കാണ്ട് തോന്നിവാസങ്ങൾ അറിയാണ്ട് വിളിച്ച് പറഞ്ഞ അയ്യോ എന്ന് പറയുന്ന മോർ. ഐ തിങ്ക് അതാണ് ഈ ഇന്റർവ്യൂല് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പിന്നെ ഡിസ്കഷൻ നമ്മള് എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? മോശമായി പോയോ? പ്രശ്നാവൂ?
ഞാനും ബേസിലും തമ്മിലുള്ള ആകെ ഉള്ള സീരിയസ് കോൺവെർസേഷൻ ഇതായിരിക്കാം ലൈഫിൽ. എന്താ തോന്നുന്നത് നിനക്ക്? കാണോ? ഇത് മാത്രമാണ് നമ്മുടെ ലൈഫിൽ സീരിയസ് ആയിട്ട് അതുകൊണ്ടായിരിക്കും അയാൾ ചിരിക്കാത്ത. അതും തോന്നാൻ തുടങ്ങൂല്ലേ? നിങ്ങൾ ആരാണ് ഒരു ജിം ഫ്രീക്ക് അല്ലെങ്കിൽ ഫിറ്റ്നസ് ഫ്രീക്ക്? Does it look like it? Pearl is like, no way. Sorry, my face was too expressive. Sorry. Of course. അത്രയും പണിയെടുത്തിട്ട് ഇത്രയെന്ന്. ഒരു ഡിഷ് ട്രൈ ചെയ്യാൻ, ഒരു വേൾഡ് ഓവർ ട്രാവൽ ചെയ്ത് അത് ഡിഷ് ട്രൈ ചെയ്യാൻ പോവാൻ ചാൻസ് ഉള്ള ഒരാള്, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ട്രൈ ചെയ്യാൻ? ഇല്ല, അങ്ങനെ ഇല്ല, ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷെ ചാൻസ് ഉള്ളത് ഞാനാണ്. ഓക്കെ, ഒരു തമാശ പറഞ്ഞിട്ട് സ്വയം തന്നെ ചിരിക്കുന്ന ഒരാള്. സോ നല്ലൊരു കൈഡി ബോത്ത് ഓഫ് ദം. സോ സൂക്ഷ്മദർശിനി മൂവിക്ക് വേണ്ടി ഓൾ ദ വെരി ബെസ്റ്റ്. ഇങ്ങനത്തെ കോമ്പിനേഷൻ അല്ല സിനിമയിൽ ആക്ച്വലി. അതെ, ആ കെമിസ്ട്രി ആൻഡ് എവരിതിങ് ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. അത് സിനിമയിൽ നമുക്ക് കാണാൻ. എന്നാണ് മൂവിയുടെ റിലീസ് ഡേറ്റ്? 22nd നവംബർ 22nd. 2 നിങ്ങളിപ്പോ 2 ആണ്. വീണ്ടും ബാക്ക് ടു. അത് മറക്കാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ അത് ഇട്ട് കൊടുത്തത്. സോ ദാറ്റ് ദേ റിമെമ്പർ 22. സ്മാർട്ട് മൂവ്. എന്താ എനിക്കത് അത്ര സ്മാർട്ട് ആയിട്ട് എനിക്കിഷ്ടായി. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് സൂപ്പർ ചെയ്തു. റാപ്പിഡ് ഫയറില് അക്കോർഡിംഗ് ടു മീ ജയിച്ചത് നസ്രിയ. Oh, so cute. Thank you. രണ്ടുപേരും ശരിക്കും ഇന്ന് ഇന്റർവ്യൂ ഫീൽ ഇല്ലായിരുന്നു. ഫ്രണ്ട്സ് കുറച്ചുപേര് വീട്ടിൽ വന്ന് അലമ്പാക്കുന്ന ഒരു മൂഡിലായിരുന്നു. നമ്മൾ നിർബന്ധം പിടിച്ച് മേടിച്ചത്. ഐ തിങ്ക് ദിസ് ഇസ് ഫസ്റ്റ് ടൈം ഐ ഫൊഗോട്ട് ദി. ഞാൻ ക്യാമറ നോക്കിയിട്ടേ ഇല്ല ആക്ച്വലി അധികം. സാധാരണ ഞാൻ എപ്പോഴും ബ്രേക്ക് എടുക്കാം എന്നൊക്കെ പറയുന്നത്. ഇതിൽ ബ്രേക്ക് പോയിട്ട് എപ്പിസോഡ് ശ്വാസം വിടാനുള്ള ഒരു ഗ്യാപ്പ്. Actually, we asked for your. We're like, no, let's sit with Pearly. ചളി അടിച്ചിരിക്കുമല്ലോ അപ്പൊ നമുക്ക് 3 പേർക്ക്. പക്ഷെ ഇന്ന് എനിക്ക് ചളി അടിക്കാൻ ഗ്യാപ്പ് കിട്ടിയിട്ടില്ലടാ. ഇന്നാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഒരു പാവമാണ്. ഇന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ ആക്ച്വലി നിങ്ങളുടെ രണ്ടുപേരുടെ മുമ്പിൽ പിടിച്ചു വെക്കാൻ വേണ്ടിട്ട് ഞാൻ ഡബിൾ എക്സ്പ്രസോ 2 റെഡ് ബുള്ളൊക്കെ അടിച്ചതാണ്. എനിക്ക് ഇവളെ തന്നെ താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇന്നലെ മുതൽ. അതിന്റെ കൂടെ കേറി വന്ന് പറയും, ഞാൻ വിശ്വസിക്കാം. Why is he saying that? Clash of the Titans ആയിരുന്നു രണ്ടുപേരും കൂടെ. ഞാൻ എല്ലാം ടൈറ്റ് ആയി പോയി. പെട്ടെന്ന് പോയില്ലെങ്കിൽ. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് വാസ് അമേസിംഗ്. ഓൾ ദി ബെസ്റ്റ് ഫോർ ദിസ് മൂവി. You have to go watch first day. I will watch with you guys. നിങ്ങൾ എന്നെ കൂടെ കൊണ്ടുപോകും. ബേബി സിറ്റേഴ്സിനെ നമുക്ക് വെച്ചിട്ട് എന്നാണോ നിങ്ങൾ പോകുന്നത് നമുക്ക് ഒരുമിച്ച് പോവാം. You take care of the kids. I'll watch the movie and I'll tell you how it was. Already she decided you with the kids. എടാ ബേബി സെഗ്മെന്റോടെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഒരാൾ ഞാൻ കൈ തരും. ആരുടെ കയ്യിലാണോ അവൾ ഏറ്റവും കൂടുതൽ കരയാണ്ടിരിക്കണം അയാളാണ് വിന്നർ. നീ തോറ്റ്. ആരുടെ അടുത്താ വരുന്നേ നോക്കാം. You cannot use properties. ഓടിക്കോ. ഇതാടാ പക്ഷെ ഈ കോമിക്കോൾ ആരാന്ന് അവള് നോക്കുന്നത്. ഒട്ടും വരില്ല. ഞാനൊരു പിതാവാണ്. ഫേമസ് വൈബ് Come on, Srini, please. Love yourself the way you are. Love the world the way it is. Just go ahead and do your thing. Just believe, just believe. Ba 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 Pearly Money Show. Oh oh. Believe in yourself. Do it. Love yourself the way you are. Love the world the way it is. Pearly Money Show.